ഹരിതം നിർഭയ ഭക്തി സുഗന്ധം കിബില കഅബ ചിത്രത്തിൽ ഹരിതം ചാർത്തി വിശാലം ഫലവും തണലും തിങ്ങിയ ഹൃദയത്തിൽ ഹരിതം നിർഭയ ഭക്തി സുഗന്ധം കിബില കഅബ ചിത്രത്തിൽ മാനവമോചന മാർഗം ഇതിലെ പോരുക നമ്മൾ ശാന്തം മാനുഷ നന്മയ്ക്കായി മനങ്ങൾ കോർത്തുരചിക്കുക കാവ്യം മാനുഷ നന്മയ്ക്കായി മനങ്ങൾ കോർത്തുരചിക്കുക കാവ്യം പല കാവ്യം കവിയും കഥതൻ കടലാഴം കാണുക നാം പല കാതം തുടരാനായി മുന്നേറിയിടുക നാം ഇനിയും പതിവായി പുതുപുലരികൾ തേടിയിടുക നാം ദക്ഷിണ കേരള ജംഇയ്യത്തൊരു വരദാനം ലക്ഷണമൊത്തൊരു നേർമത സേവനമുൾസാരം ദക്ഷിണ കേരള ജംഇയ്യത്തിൻ തിരുദൗത്യം രക്ഷകരം നീട്ടുന്നു മനുഷ്യരിലതു നിത്യം ദക്ഷിണ കേരള ജംഇയ്യത്തൊരു വരദാനം ലക്ഷണമൊത്തൊരു നേർമത സേവനമുൾസാരം മഴയായി മണ്ണിൻ നെഞ്ചിൽ പൂനീർത്തുന്നോരറിവിൻ മൊഴിവാസന്തം കാലം കൺപാർക്കട്ടെ അഴലാഴങ്ങൾക്കുള്ളിൽ തെളിയും വെട്ടം അതിലായി നിഴലാ സപ്തതി സന്ദേശയാത്ര കണിയാപുരത്തേക്ക് കടന്നു വന്നിരിക്കുകയാണ്. വിശ്വാസ വെളിച്ചത്തിന്റെ 70 ആണ്ടുകൾ ആദർശ വിശുദ്ധിയുടെ സപ്തതി പ്രഭയിൽ ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സപ്തതി സന്ദേശ യാത്ര ഇതാ കണിയാപുരത്തിന്റെ മണ്ണിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. തൃശൂരിന്റെ സാംസ്കാരിക മണ്ണിൽ നിന്നും ആരംഭിച്ച് കേരളത്തിന്റെ ഹൃദയഭൂമികൾ താണ്ടി സന്ദേശയാത്ര കടന്നു വരികയാണ്. ചരിത്രമുറങ്ങുന്ന കൊടുങ്ങല്ലൂരിന്റെ മണ്ണിൽ നിന്നും ഇസ്ലാമിക പ്രബോധനത്തിന്റെ ആദിമ സ്മരണകൾ നെഞ്ചേറ്റി പുറപ്പെട്ട ധർമ്മയാത്ര കേരളത്തിന്റെ വാണിജ്യ തലസ്ഥാനമായ എറണാകുളത്തെ ആവേശക്കടലാക്കി കായലോളങ്ങളെക്കാൾ കരുത്തോടെ പടർന്ന ആദർശ പടയൊടി സഹ്യന്റെ കരുത്തുള്ള ഇടുക്കിയുടെ മലനിരകളിൽ തക്ബീർ ധ്വനികൾ മുഴക്കി പ്രതിസന്ധികളെ തഴുകി നീങ്ങിയ വിപ്ലവയാത്ര അക്ഷര നഗരിയായ കോട്ടയത്ത് വിജ്ഞാനത്തിന്റെ പുതിയ അധ്യായനങ്ങൾ രചിച്ചുകൊണ്ട് വിശ്വാസികൾ വരവേറ്റ സപ്തതി സന്ദേശം കിഴക്കിന്റെ വെനീസായ ആലപ്പുഴയുടെ ജലാശയങ്ങളെ സാക്ഷി നിർത്തി പുന്നപ്ര വയലാറിന്റെ പോരാട്ട വീര്യമുള്ള മണ്ണിലൂടെ കടന്നു വന്ന മലയോര സൗന്ദര്യവും നന്മയും തുളുമ്പുന്ന പത്തനംതിട്ടയുടെ ഗ്രാമവീഥികളിൽ സ്നേഹത്തിന്റെ തണൽ വിരിച്ച സന്ദേശവാഹകർ പണ്ഡിത തേജസ്സുകളുടെയും വിപ്ലവകാരികളുടെയും തട്ടകമായ കൊല്ലത്തിന്റെ മണ്ണിൽ സുന്നി കൈരളിയുടെ കരുത്ത് വിളിച്ചോടിയ ജനസാഗരത്തെ സാക്ഷി നിർത്തി ഇനി ചരിത്രം തിരുത്തി അനന്തപുരിയുടെ മണ്ണിലേക്ക് പണ്ഡിത കേസരികൾ അണിനിരക്കുന്ന ആദർശത്തിന്റെ കരുത്തുറ്റ കോട്ടയായ തിരുവനന്തപുരത്തിന്റെ മണ്ണിലേക്ക് സപ്തതി സന്ദേശയാത്ര ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കരുത്തനായ ജനറൽ സെക്രട്ടറി ഖായിദെ ഉമ്മ അൽ ഉസ്താദ് തൊടിയൂർ മുഹമ്മദ് കുഞ്ഞ് മൗലവി നയിക്കുന്ന സപ്തതി സന്ദേശയാത്രയുടെ കണിയാപുരത്തെ സ്വീകരണ വേദിയിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 70ാം വാർഷിക സമ്മേളനത്തിന്റെ സന്ദേശയാത്ര കണിയാപുരം ജംഗ്ഷനിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. പ്രിയമുള്ള മുഴുവൻ സഹോദരങ്ങളും പണ്ഡിതന്മാർ, നമ്മുടെ ഈ ജാഥയിൽ എത്തിച്ചേർന്നവർ, ഈ ഒഴിഞ്ഞ കസേരകളിലോട്ട് കടന്നിരിക്കും. അൽത്താമൗലവി എല്ലാവരെയും ഇൻഷാ അല്ലാഹ് ഇങ്ങോട്ട് കയറിയിരിക്കാൻ പറ. എല്ലാവരും, ഒരാളും ഒഴിവാകണ്ട, ഇങ്ങോട്ട് കയറിയിരിക്കും. എല്ലാവരും ആ കസേരയിലോട്ട് കയറിയിരിക്കും ഇൻഷാ അല്ലാഹ്. നമ്മുടെ പോത്തങ്കോട് മേഖല, കണിയാപുരം മേഖലയുടെ സംയുക്ത സ്വീകരണ സദസ്സിലാണ് നമ്മളുള്ളത്. ഇൻഷാ അല്ലാഹ് യോഗ നടപടികളിലേക്ക് കടക്കുകയാണ്. ഈ സ്വീകരണ സമ്മേളനത്തിന്റെ അധ്യക്ഷനായി ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ തിരുവനന്തപുരം താലൂക്ക് സ്വാഗത സംഘ ചെയർമാൻ ആദരണീയനായ MU അബ്ദുസ്സലാം അലി ഉസ്താദ് അവരെ ആദരവ് ക്ഷണിക്കുന്നു. അൽ ഫാത്തിഹ.
الحمدلله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. ദുആയ്ക്ക് നേതൃത്വം കൊടുക്കാനായി ബഹുമാനപ്പെട്ട സയ്യിദ് തങ്ങൾ അവരുടെ ബഹുമാനപരിച്ചു. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم أعزنا أعز جمعيتنا يا رب الجلال والإكرام. اللهم أعزنا أعز جمعية أهل السنة والجماعة وأذل أهل البدع والضلالة. اللهم احفظنا بالإسلام قائما اللهم احفظنا بالإسلام قائدا اللهم احفظنا بالإسلام راقدا ولا تشمت بي عدوا ولا حاسدا. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين. യോഗ നടപടി അനുസരിച്ച് സ്വാഗതം ആശംസിക്കുന്നതിന് 70ാം വാർഷിക സ്വാഗത സംഘ തിരുവനന്തപുരം താലൂക്ക് കൺവീനർ മുണ്ടക്കയം ഹുസൈൻ മൗലവിയെ ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. ആദരണീയനായ ഈ സന്ദേശയാത്രയുടെ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ താലൂക്ക് ചെയർമാൻ ആദരണീയനായ MU ഉസ്താദ് അവർകൾ, ബഹുമാന്യനായ ജാഥയുടെ ക്യാപ്റ്റൻ ബഹുമാനപ്പെട്ട തൊടിയൂർ ഉസ്താദ് അവർകൾ അടക്കമുള്ള ഈ വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന ആദരണീയരായ നേതാക്കളെ, ബഹുമാന്യരായ ഉലമാക്കളെ, ഉമറാക്കളെ, സഹോദരങ്ങളെ, മഹത്തായ ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 70ാം വാർഷികവുമായി ബന്ധപ്പെട്ട് വരുന്ന 19ാം തീയതി നടക്കുന്ന കൊല്ലത്തെ ഐതിഹാസികമായ അവകാശ സംരക്ഷണ റാലിയുടെ വിളംബര സന്ദേശ ജാഥയാണ് ചരിത്രമുറങ്ങുന്ന കണിയാപുരം ജംഗ്ഷനിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. കണിയാപുരം, പോത്തങ്കോട് മേഖലകളുടെയും ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ തിരുവനന്തപുരം താലൂക്ക് സ്വാഗത സംഘത്തിന്റെയും സംയുക്തമായുള്ള സ്വീകരണ സമ്മേളനമാണ് ഇവിടെ സമാരംഭം കുറിക്കുന്നത്. അതിനെ സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എന്റെ മേൽ അർപ്പിതമായ കടമ. ബഹുമാന്യരെ, ഞാൻ 1-2 കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വിഷയത്തിലേക്ക് കിടക്കാം. മഹത്തായ ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ കാലം തേടി വെച്ച പ്രസ്ഥാനം, കേരളപ്പിറവിക്ക് ശേഷം കേരളത്തിൽ ആദ്യമായി ഉദയം ചെയ്ത ഉലമ പ്രസ്ഥാനം, കേരളം കടന്നുപോയ ഇന്നോളമുള്ള മുഴുവൻ പ്രശ്നങ്ങളിലും സമൂഹത്തെ ബാധിക്കുന്ന, സമുദായത്തെ ബാധിക്കുന്ന, മാനവികതയെ ബാധിക്കുന്ന മുഴുവൻ വിഷയങ്ങളിലും ഇടപെട്ടുകൊണ്ട് ഒരു ഉലമ പ്രസ്ഥാനം എന്നതിനപ്പുറം ഒരു ജനകീയ പ്രസ്ഥാനമായി വളർന്ന മഹത്തായ പണ്ഡിത പ്രസ്ഥാനം, ആത്മസൂരികളാൽ ആത്മീയതയുടെ സരണിയിലൂടെ സഞ്ചരിച്ചു പോയ മഹാരഥന്മാരാൽ സ്ഥാപിതമായ പണ്ഡിത പ്രസ്ഥാനം ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ 70 വർഷം കഴിഞ്ഞിട്ടും കരുത്തോടെ ഉറച്ച നിലപാടോടുകൂടി
അധികാര സിംഹാസനങ്ങൾക്ക് പിന്നാലെ പോകാതെ ഉറച്ച നിലപാടോടുകൂടി ഈ പ്രമേയം തന്നെ ഉറച്ച ആദർശം, ഒരുമയുള്ള ഉമ്മത്ത് എന്നുള്ളതാണ്. സമുദായത്തിന്റെ വിഷയത്തിൽ ചേരിതിരിവുകൾ സൃഷ്ടിക്കാതെ തെക്കൻ കേരളത്തിന്റെ ഐക്യത്തിന്റെ പാതയിലൂടെ ഈ ഉമ്മത്തിനെ നയിക്കുന്ന മഹത്തായ പ്രസ്ഥാനമാണ്. ഈ പ്രസ്ഥാനം നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കപ്പൽ പോലെയാണ്. ആരിതിൽ പ്രവേശിച്ചുവോ അവർ രക്ഷപ്പെട്ടു, ആരിതിൽ പിന്തിരിഞ്ഞു മാറിയോ അവർ നാശത്തിന്റെ കുടിയിലേക്ക് ആപതിച്ചു പോയി. എന്തുകൊണ്ടാണത്? ഈ പ്രസ്ഥാനത്തിനൊരു നിലപാടുണ്ട്, ഈ പ്രസ്ഥാനത്തിനൊരു നീതിയുടെ വശമുണ്ട്, ഈ പ്രസ്ഥാനത്തിനൊരു ഐക്യത്തിന്റെ പാതയുണ്ട്, ഈ പ്രസ്ഥാനത്തിന് മാനവികതയുടെ ദർശനമുണ്ട്, ഈ പ്രസ്ഥാനത്തിന് സർവോന്മുഖ ജനകീയമായ മുഴുവൻ വിഷയങ്ങളെയും അതിജീവിക്കുവാൻ, അതിനഭിമുഖീകരിക്കുവാൻ കഴിയുന്ന മഹത്തായ പ്രസ്ഥാനമുണ്ട്. ഈ കപ്പൽ ആടിയുലയില്ല, ഈ കപ്പൽ ആടിയുലയില്ല, ഈ കപ്പൽ ആരാലും തകർക്കാൻ കഴിയില്ല. ഇതിനൊരു നായകനുണ്ട്, ആ നായകന്റെ പേരാണ് ഖായിദുൽ ഉമ്മ, ബഹുമാനപ്പെട്ട തുറിയൂർ ഉസ്താദ്. ഉറച്ച നിലപാടിന്റെ ആൽരൂപമായി ഈ ഉമ്മത്തിന് നേർവഴിയിൽ സഞ്ചരിക്കുന്ന മഹാരഥൻ. അൽഹംദുലില്ലാ, അല്ലാഹു ദീർഘായുസ്സുള്ള ആഫിയത്ത് പ്രധാനിക്കുമാറാകട്ടെ. ഒരുപാട് കാലം ഈ സമുദായത്തിനെ നയിക്കാൻ, ഈ ദക്ഷിണയെ നയിക്കാനുള്ള കരുത്തും ദീർഘായുസ്സും നാഥൻ ബഹുമാനപ്പെട്ടവർക്കും ഇതിന്റെ നേതൃത്വത്തിൽ ഇരിക്കുന്ന മുഴുവൻ നായകന്മാർക്കും പ്രധാനിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സദസ്സിൽ സമ്മേളിച്ചിരിക്കുന്ന മുഴുവൻ പേരെയും സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എന്റെ മേലർപ്പിതമായ കടമ. ആദ്യമായി ജാഥയുടെ ക്യാപ്റ്റൻ, ആരോഗ്യം പ്രതിസന്ധികളിൽ അകപ്പെട്ടാലും ശരി, തന്റെ ആരോഗ്യത്തിന് പ്രതികൂലമായ അവസ്ഥയുണ്ടായാലും ശരി, ദക്ഷിണ എന്നുള്ള മഹാപ്രസ്ഥാനം നെഞ്ചിലേറ്റിയ മഹാരഥൻ തുടിയൂർ ഉസ്താദിന്, ഇതിൽ ഉമ്മ ബഹുമാനപ്പെട്ടവർക്ക് ഈ സദസ്സിന്റെ പേരിൽ, എന്റെ പേരിൽ ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. വൈസ് ക്യാപ്റ്റനായ CA മൂസാ മൗലവി ഉസ്താദ് അവർകൾ, അതിനപ്പുറം ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്ന അഖിൽ ബൈത്തിന്റെ കണ്ണിയായി താരകമായി ഈ സംഘടനയെ നയിക്കുന്ന സയ്യിദ് മുത്തുക്കോയ തങ്ങൾ അൽബാഫഖി അവർകൾ, സംഘടനയുടെ വിദ്യാഭ്യാസ ബോർഡിന്റെ നായകത്വം വഹിക്കുന്ന ബഹുമാനപ്പെട്ട ഖമറുദ്ദീൻ ഉസ്താദ് അവർകൾ, യുവജന പ്രസ്ഥാനത്തിലൂടെ ജനകീയ ശ്രദ്ധയാകർഷിച്ച നേതൃപരമായ പങ്ക് വഹിക്കുന്ന ഈ സമ്മേളനത്തിൽ ആമുഖ പ്രഭാഷണം നടത്തുന്ന കടക്കൽ ജുനൈദ് സാഹിബ് അടക്കമുള്ള ഒരുപാട് നേതാക്കൾ ഈ വേദിയിൽ സന്നിഹിതരായിട്ടുണ്ട്. എല്ലാവരുടെയും പേര് പറയുന്നതിൽ സമയത്തിന്റെ അനൗചിത്യം മനസ്സിലാക്കി എല്ലാവരുടെയും പേര് ഞാൻ ഉദ്ധരിച്ചതായി പരിഗണിച്ചുകൊണ്ടും, അതിനപ്പുറം ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷം വഹിക്കുന്ന ബഹുമാനപ്പെട്ട MU ഉസ്താദ്, പറയാതിരിക്കാൻ കഴിയില്ല, ആത്മാർത്ഥതയുടെ രൂപമാണത്. ജീവിതം മുഴുവനും ഈ സംഘടനയ്ക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ച മനുഷ്യനാണത്. സമ്പത്തും സൗകര്യങ്ങളും മുഴുവനും ഈ പ്രസ്ഥാനത്തിന് നെഞ്ചിലേറ്റിയ സജീവ പ്രവർത്തകനാണത്. ഈ സമുദായത്തിന്റെ മുഅല്ലിമീങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി എല്ലാം മറന്നു വെച്ച് പ്രവർത്തിച്ച ഒരു പാവപ്പെട്ട മുഅല്ലിം കൂടിയാണ് MU ഉസ്താദ് അവർകൾ. അല്ലാഹു ദീർഘായുസ്സുള്ള ആഫിയത്തുള്ള ദീർഘായുസ് പ്രധാനിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തെ പ്രത്യേകിച്ച് ഈ സമ്മേളനത്തിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിന്റെ വിജയത്തിനായി പ്രവർത്തിച്ച മുഴുവൻ മുഅല്ലിമീങ്ങൾ, ഉസ്താദുമാർ, മുഴുവൻ പ്രവർത്തകർ എല്ലാവർക്കും ഷിജു സാഹിബ് അടക്കം KH ഉസ്താദ് അടക്കം ഒരുപാട് ഷിജു സാഹിബ് അടക്കം KH ഉസ്താദ് അടക്കം അതുപോലെ തന്നെ ഇലവാലം സംസുദ്ദീൻ മന്നാനി അടക്കം അതുപോലെ തന്നെ ഈ പരിപാടിയുടെ വിജയത്തിനായി മുൻനിരയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സിറാജുദ്ദീൻ അബ്രാരി അടക്കം ഇതിന്റെ മീഡിയ പ്രവർത്തനങ്ങൾ, ഇതിന്റെ മറ്റ് എല്ലാ സംവിധാനങ്ങളുമായി കഴിഞ്ഞ 4-ാം തീയതി മുതൽ ഈ സമ്മേളനത്തിന്റെ ജാഥയിൽ, സന്ദേശജാഥയിൽ കൈമേയ് മറന്നുകൊണ്ട് ഊണുമുറക്കവുമില്ലാതെ പ്രവർത്തിക്കുന്ന ഇതിന്റെ സഹപ്രവർത്തകർ, ഓരോ മുക്കുമൂലകളിലും ഇതിനു വേണ്ടി അക്ഷീണം പ്രവർത്തിക്കുന്ന പ്രവർത്തകർ എല്ലാവരെയും അനുസ്മരിച്ചുകൊണ്ട്, എല്ലാറ്റിനും അപ്പുറം മഹാനായ KP ഉസ്താദ്, ഈ സംഘടനയെ നയിച്ച മഹാരഥൻ മഹാനായ ചാലക്കുളം ഉസ്താദ്, വടുതലി ഉസ്താദ് അടക്കമുള്ള മുന്നോറുകളായ മുഴുവൻ മഹാരഥന്മാരെയും അനുസ്മരിച്ചുകൊണ്ടും ഇന്ന് ഈ സംഘടനയുടെ നേതൃപരമായ പങ്ക് വഹിക്കുവാൻ വേണ്ടി ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുള്ള ശൈഖുനാ അബൂ തൽഹ അബ്ദുറഹ്മാൻ ഹസ്രത്തിന് ദീർഘായുസ്സുള്ള ആഫിയത്ത് അല്ലാഹു പ്രദാനിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും എന്റെ വാക്കിൽ നിന്നും ഉപസംഹാരം കുറിക്കുന്നു. എല്ലാവർക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആമുഖ പ്രഭാഷണത്തിനായി ബഹുമാനപ്പെട്ട ജമാഅത്ത് ഫെഡറേഷന്റെ സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറിയും ഈ ജാഥയുടെ സ്ഥിരാംഗമായ കടക്കൽ ജുനൈദ് സാഹിബിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ
അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഏറ്റവും അഭിവന്ദ്യരായ പണ്ഡിത ശ്രേഷ്ഠന്മാർ, നല്ലവരായ സഹോദരി സഹോദരങ്ങൾ, ഈ കണിയാപുരം പ്രദേശത്തെ വ്യാപാരി സുഹൃത്തുക്കൾ, ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമായുടെ 70ാം വാർഷികത്തോടനുബന്ധിച്ച് കഴിഞ്ഞ ഒരു വർഷമായി ഉറച്ച ആദർശം, ഒരുമയുള്ള ഉമ്മത്ത് അഥവാ സമൂഹം എന്ന പ്രമേയത്തിന്മേൽ വിവിധ പരിപാടികൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങളടക്കം പ്രബോധന പ്രവർത്തനങ്ങളടക്കമുള്ള വിവിധ പരിപാടികൾ നടന്നു വരികയാണ്. അതിന്റെ സമാപനം വരുന്ന 19-ാം തീയതി തിങ്കളാഴ്ച കൊല്ലം പട്ടണത്തിൽ ജനലക്ഷങ്ങൾ പങ്കെടുക്കുന്ന അവകാശ സംരക്ഷണ റാലിയോടെയും സമ്മേളനത്തോടെയും ഇൻഷാ അല്ലാഹ് സമാപിക്കുകയാണ്. അതിന്റെ സന്ദേശം വിളംബരം ചെയ്തുകൊണ്ട് ഇസ്ലാമിക സംസ്കാരത്തിന്റെ ഉജ്ജ്വലമായ സ്മരണകൾ തുടികൊട്ടുന്ന കൊടുങ്ങല്ലൂർ ചേരമാൻ മസ്ജിദിൽ നിന്നും മാലിക് ദീനാർ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിടം സിയാറത്ത് ചെയ്തുകൊണ്ട് ആരംഭിച്ച പ്രബുദ്ധ കേരളത്തിന്റെ അഭിമാനം, ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമായുടെ ആദരണീയനായ ജനറൽ സെക്രട്ടറി അൽ ഉസ്താദ് തൊടിയൂർ മുഹമ്മദ് കുഞ്ഞു മൗലവി അവറുകളും, പണ്ഡിത പ്രമുഖനും സാംസ്കാരിക കേരളത്തിന്റെ മുഖവുമായ അൽ ഉസ്താദ് CA മൂസ മൗലവി അവറുകളും, അഭിവന്ദ്യനായ ദക്ഷിണയുടെ വിദ്യാഭ്യാസ ബോർഡിന്റെ സെക്രട്ടറി കമറുദ്ദീൻ ഉസ്താദ് അടക്കം, അതുപോലെ പ്രവാചക പരമ്പരയിലെ തിളങ്ങുന്ന കണ്ണി അസയ്യിദ് മുത്തുക്കോയാത്തങ്ങൾ അടക്കം, ബഹുവന്യരായ KH മുഹമ്മദ് മൗലവി ഉസ്താദ് അടക്കം ഒട്ടേറെ പ്രമുഖ പണ്ഡിതന്മാർ നേതൃത്വം നൽകുന്ന, ഉമറാക്കൾ നേതൃത്വം നൽകുന്ന സന്ദേശയാത്രയാണ് വിവിധ ജില്ലകളിലൂടെ, മലമടക്കുകളിലൂടെ, ഗ്രാമങ്ങളിലൂടെ, ഗ്രാമാന്തരങ്ങളിലൂടെ ഒക്കെ സഞ്ചരിച്ച് തലസ്ഥാന ജില്ലയിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ദീർഘമായ ഒരു പ്രഭാഷണത്തിനുള്ള സന്ദർഭം അല്ല. ഉറച്ച ആദർശം, ഒരുമയുള്ള ഉമ്മത്ത് എന്നുള്ളതാണ് ഇതിന്റെ പ്രമേയമായി സ്വീകരിച്ചിട്ടുള്ളത്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങളിൽ അടിയുറച്ച് മുന്നോട്ട് പോകുന്ന പ്രസ്ഥാനമാണ് ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ. അതോടൊപ്പം തന്നെ സങ്കുചിതമായ സംഘടനാ സംവിധാനത്തിന്റെ പ്ലാറ്റ്ഫോമിലല്ല ഈ പ്രസ്ഥാനം ഊട്ടിയുറക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത് അഭിമാനത്തോടുകൂടി ദക്ഷിണയുടെ ഏത് പ്രവർത്തകന്മാർക്കും പറയാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ്. ഏതെങ്കിലും ഒരു സഹോദര പ്രസ്ഥാനത്തെ കഴുത്തുചരിച്ചുകൊണ്ട് മാത്രമേ, അല്ലെങ്കിൽ അവരെ ഉന്മൂലനം ചെയ്യുന്നതിന്, ശത്രുക്കളുടെ കോടാലിയായി മാറുന്നതിന് ഒരു കാലഘട്ടത്തിലും ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമയുടെ നേതാക്കന്മാരോ പ്രവർത്തകന്മാരോ വന്നിട്ടില്ല എന്നുള്ളത് അഭിമാനത്തോടുകൂടി പറയുവാൻ നമുക്ക് സാധിക്കും. ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ള സംഗതിയാണ്. വിശുദ്ധ ഖുർആന്റെ വെളിച്ചത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാട്ടിത്തന്ന മാർഗത്തിൽ സച്ചരിതരായ മഹത്തുക്കളുടെ പാത പിന്തുടർന്നുകൊണ്ടാണ് ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇസ്ലാം വിഭാവന ചെയ്യുന്നത് വിശ്വനാഗരികതയാണ്, വിശ്വമാനവികതയാണ്, സാർവലൗകിക സാഹോദര്യമാണ്. വകാനന്നാസു ഉമ്മത്തൻ വാഹിദ, മനുഷ്യ സമൂഹം ഒരൊറ്റ സമൂഹമാണ് എന്നുള്ളതാണ് ഇസ്ലാമിന്റെ പ്രഖ്യാപനം. അതിന്റെ കൃത്യമായ അർത്ഥം മനുഷ്യന്റെ തറവാടൊന്നാണ്. ഒരു പിതാവിന്റെയും ഒരു മാതാവിന്റെയും മക്കളാണ് മനുഷ്യർ. അവർ പരസ്പരം കലഹിക്കുവാൻ പാടില്ല എന്നുള്ളതാണ് ഇസ്ലാമിന്റെ കൃത്യമായ കാഴ്ചപ്പാട്. വിവിധ ദർശനങ്ങളിലേക്ക് കണ്ണോടിച്ചാലും നമുക്കത് കാണുവാൻ സാധിക്കും. ദുഃഖകരം എന്ന് പറയട്ടെ, വർത്തമാന കാലഘട്ടത്തെ സംബന്ധിച്ചിടത്തോളം വിഭാഗീയതയുടെ ശബ്ദങ്ങൾ, വിദ്വേഷത്തിന്റെ ശബ്ദങ്ങൾ പല കോണുകളിൽ നിന്നും നമ്മുടെ രാജ്യത്തടക്കം ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ദക്ഷിണ അതിന്റെ ചരിത്ര മുഹൂർത്തത്തിൽ നിൽക്കുമ്പോൾ, 70ാമത് വാർഷികം ആഘോഷിക്കുമ്പോൾ അതിന്റെ പ്രമേയത്തിൽ ഏറ്റവും പ്രധാനമായി മുന്നോട്ട് വെക്കുകയാണ് ഒരുമയുള്ള സമൂഹം എന്നുള്ളത്. ഈ സമൂഹം ഈ രാജ്യത്തെ സകലമാന മനുഷ്യരും ഉൾക്കൊള്ളണം, നെഞ്ചേറ്റണമെന്ന പ്രഖ്യാപനവുമായിട്ടാണ് അതിന്റെ 70ാം വാർഷികം ആഘോഷിക്കുന്നത്. നമ്മെ ഭിന്നിപ്പിക്കാൻ, നമ്മുടെ ഇടയിൽ കലഹം കൊണ്ടുവരാൻ, പരസ്പരം പോരടിക്കുന്ന സാഹചര്യം സൃഷ്ടിക്കുവാൻ ആസൂത്രിതമായ ശ്രമം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരുമയോടുകൂടി ജീവിച്ചവരാണ്. ഈ രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങളും ഒരു ബഹുമത രാജ്യമാണ്.
ഇന്ത്യ എന്ന് പറയുന്നത്. ബഹുസ്വരമായ ഒരു സമൂഹമാണ് ഈ രാജ്യത്തുള്ളത്. നാനാജാതി മതസ്ഥർ, വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്നവർ, വിവിധ വേഷങ്ങൾ, ആ വേഷങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നവർ. ഭക്ഷണ രീതികൾ വ്യത്യസ്തമാണ്. എല്ലാ വൈജാത്യങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു സമൂഹത്തെയാണ് നമുക്ക് ഇന്ത്യ രാജ്യത്ത് കാണുവാൻ സാധിക്കുന്നത്. ബഹുസ്വരതയുടെ ഈ സമൂഹത്തെ വിഭജിക്കുവാൻ, ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യവും ഈ രാജ്യത്തിന്റെ ഐക്യവും ഈ രാജ്യത്തിന്റെ അഖണ്ഡതയും കാത്തു സൂക്ഷിക്കുവാൻ ഏറ്റവും അധികം പ്രതിജ്ഞാബദ്ധമായ ഭരണകൂടം തന്നെ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ആസൂത്രിതമായ ശ്രമം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. നമ്മുടെ ഭരണാധികാരികൾ തന്നെ കഴിഞ്ഞ ഒരു പൊതു തെരഞ്ഞെടുപ്പ് നടന്നു. 2024 പൊതു തെരഞ്ഞെടുപ്പ്. നമ്മുടെ പ്രധാനമന്ത്രി, നമ്മുടെ ആഭ്യന്തരമന്ത്രി, ഇന്ന് ഭരണകൂടത്തിന് നേതൃത്വം നൽകുന്നവർ രാജ്യത്തൊട്ടുക്കും പ്രസംഗിച്ച് നടന്നത്. അതിനു മുമ്പ് അവർ ഈ രാജ്യം ഭരിക്കുകയായിരുന്നു. 2014 മുതൽ 24 വരെ, 23 വരെ, 24 വരെ ഭരണം നടത്തിക്കൊണ്ടിരുന്നവർ, 10 വർഷം ഭരണം നടത്തിയവർ ആ ഭരണ നേട്ടത്തെ പറ്റിയല്ലേ പ്രസംഗിക്കേണ്ടിയിരുന്നത്? അതല്ലേ നമുക്ക് മുൻകാലങ്ങളിൽ കാണുവാൻ സാധിച്ചിട്ടുള്ളത്? ഒരിക്കലും അതല്ല ഉണ്ടായത്. പിന്നെ എന്താ പറഞ്ഞത്? വർഗീയതയാണ് അവർ വിളമ്പിയത്, വിദ്വേഷമാണ് അവർ വിളമ്പിയത്. മറുഭാഗത്തേക്ക് ചൂണ്ടി ഇന്ത്യ മുന്നണിയെ ചൂണ്ടിക്കാട്ടി, രാഹുൽ ഗാന്ധിയെ ചൂണ്ടിക്കാട്ടി, അവിടെയുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ചൂണ്ടിക്കാട്ടി, അവിടെയുള്ള ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ ചൂണ്ടിക്കാട്ടി, എല്ലാവരെയും ചൂണ്ടിക്കാട്ടിയിട്ട് പറഞ്ഞു, ആ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഗോക്കളുണ്ടല്ലോ, നിങ്ങളുടെ പശുക്കളുണ്ടല്ലോ, നിങ്ങളുടെ എരുമകളുണ്ടല്ലോ, 2 എണ്ണം ഉണ്ടെങ്കിൽ 1 എണ്ണം പിടിച്ചുകൊണ്ടുപോയി മുസ്ലിമിന് കൊടുക്കും എന്നല്ലേ പറഞ്ഞത്? നിങ്ങളുടെ സ്വർണ്ണ താലികളുണ്ടല്ലോ, പാവപ്പെട്ട ഹൈന്ദവ സഹോദരിമാരിലേക്ക് ചൂണ്ടിയിട്ട് പറഞ്ഞു, ആ സ്വർണ്ണ താലികൾ പിടിച്ചെടുത്തിട്ട് മുസ്ലിങ്ങൾക്ക് കൊടുക്കും എന്ന് പച്ച വർഗീയത വിളമ്പുകയല്ലേ ചെയ്തത്? നമ്മുടെ രാജ്യത്തിന് അത് പരിചയമുള്ള കാര്യമാണോ? ഒരിക്കലുമല്ല. മുൻകാല ഭരണാധികാരികളെ നിങ്ങൾ ചിന്തിച്ചു നോക്കി. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു മുതൽ മൻമോഹൻ സിംഗ് വരെയുള്ള ഭരണാധികാരികൾ വിവിധ തെരഞ്ഞെടുപ്പുകളെ നേരിട്ടിട്ടുണ്ട്. ആ തെരഞ്ഞെടുപ്പുകളിൽ അവർ വിളമ്പിയത് വർഗീയതയായിരുന്നില്ല. പിന്നെയോ അവരുടെ ഭരണത്തെപ്പറ്റി, ഭരണ നേട്ടത്തെപ്പറ്റി, ഈ രാജ്യത്തിലെ വിവിധ പ്രശ്നങ്ങളെ പറ്റിയാണ് അവർ സംസാരിച്ചത്. പക്ഷേ നിലവിലുള്ള ഭരണകർത്താക്കൾ എങ്ങനെയല്ല ചെയ്തത്? അവർ വർഗീയ വിഷവിത്തുകൾ വിതച്ചുകൊണ്ടിരിക്കുന്നു. അത് ഏറ്റെടുത്തുകൊണ്ട് പലരും രാജ്യത്തുടനീളം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മുടെ സംസ്ഥാനത്ത് പോലും, കേരള സംസ്ഥാനത്ത് പോലും വർഗീയ വിദ്വേഷം വിളമ്പൽ ഇന്നൊരു ഫാഷനായി മാറിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. പച്ചവർഗീയത പറയുവാൻ എല്ലാവരും സന്നദ്ധരായി, രാഷ്ട്രീയ നേതാക്കളടക്കം, അതുപോലെ സാമുദായിക നേതാക്കളടക്കം മുന്നോട്ട് വരുന്ന അപകടകരമായ ഒരു സാഹചര്യം ഞാൻ നീട്ടിപ്പരത്തി പറയുന്നില്ല. ഈ തിരുവനന്തപുരം ജില്ലയിൽ നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ നമുക്കറിയാം, ഈ നാടിന്, കേരള സംസ്ഥാനത്തിന് ഉജ്ജ്വലമായ ഒരു പാരമ്പര്യമുണ്ട്. ദൈവത്തിന്റെ സ്വന്തം നാടെന്നാണ് അറിയപ്പെടുന്നത്. അതേ, ദൈവത്തിന്റെ സ്വന്തം നാടെന്നറിയപ്പെടുന്നത് ഇവിടുത്തെ സമാധാനം കൊണ്ടാണ്, ഇവിടുത്തെ ഒരുമ കൊണ്ടാണ്, ഇവിടുത്തെ മതമൈത്രി കൊണ്ടാണ്. ആ കേരളത്തിന്റെ സാമൂഹ്യ അന്തരീക്ഷത്തെ കലുഷിതമാക്കാൻ പല തമ്പുരാക്കന്മാരും ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നു. ഇവിടെ അത് പാടുണ്ടോ? അനുവദിക്കാൻ പാടില്ല. തിരുവനന്തപുരം ജില്ലയിൽ നിന്നുകൊണ്ട് സംസാരിക്കുമ്പോ ഞാൻ ഓർത്തുപോവുകയാണ്, ശ്രീനാരായണ ഗുരു ജന്മം കൊണ്ട നാടാണ് ഈ ജില്ല. മനുഷ്യത്വമാണ് എന്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സാമൂഹ്യ പരിഷ്കരണത്തിന്റെ പടപ്പാട്ടുപാടി ലോകമറിയപ്പെട്ട വ്യക്തിത്വമാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ സമാധിയും ഈ ജില്ലയിൽ തന്നെയാണ്. വർക്കലയിൽ ശിവഗിരിക്കുന്നിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു. ആ നാരായണ ഗുരു SNDP സ്ഥാപിച്ചു. സാമൂഹ്യ പരിഷ്കരണത്തിന്റെ ഉജ്ജ്വലമായ ഏടുകൾ നമ്മുടെ സംസ്ഥാനത്ത് രചിച്ച ഒരു പ്രസ്ഥാനമാണിത്. കുമാരനാശാൻ ഈ ജില്ലയിലല്ലേ? നമുക്കറിയാം, അദ്ദേഹം ആദ്യത്തെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. TK മാധവനെ നമുക്കറിയാം, R ശങ്കരനെ നമുക്കറിയാം. ആർക്കും വിസ്മരിക്കാൻ സാധിക്കില്ല ഉജ്ജ്വലമായ ഒരു പൈതൃകമുള്ള പ്രസ്ഥാനം. പക്ഷെ അതിന്റെ അമരത്തിരുന്നു പോലും പച്ചയായ വർഗീയത വിളമ്പുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ നാട് മാറിയാൽ, അവരെയൊക്കെ പട്ടും വളയും നൽകി ആദരിക്കപ്പെടുന്ന ഒരു കാലഘട്ടം സംജാതമായാൽ അത് അപകടകരമല്ലേ? എല്ലാവരും തിരിച്ചറിയാൻ തയ്യാറാകണം. എല്ലാ മതവിശ്വാസികളും തിരിച്ചറിയാൻ തയ്യാറാകണം. പച്ചയായ വർഗീയത ഒരു കാലഘട്ടത്തിലും നമ്മുടെ നാട്ടിൽ വ്യാപിക്കുവാൻ പാടില്ല. വർഗീയത കടുത്ത ആപത്താണ്.
കടുത്ത ആപത്താണ്. മാരകമായ വിപത്തുകൾ നമുക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നു. വെള്ളപ്പൊക്കത്തിന്റെ കെടുതികൾ അനുഭവിച്ചവരാണ് ഞാനും നിങ്ങളും. കൊറോണ എന്ന് പറയുന്ന മാരകമായ രോഗം കടന്നു വന്നു. നമ്മുടെ എത്രയോ സഹോദരങ്ങളെ നമുക്ക് നഷ്ടപ്പെട്ടു. മറക്കാൻ സാധിക്കുമോ? പക്ഷേ അതിനേക്കാളും മാരകമാണ് വർഗീയത എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും നിഷേധിക്കാൻ സാധിക്കുമോ? പച്ചയായ വർഗീയത. നമുക്ക് എത്ര ലക്ഷങ്ങളെയാണ് നഷ്ടപ്പെട്ടത്. നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ പോലും നമുക്ക് സന്തോഷിക്കാൻ അവസരമുണ്ടായില്ല. ഈ രാജ്യം വിഭജിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. വിഭജനത്തിന്റെ ദിനരാത്രങ്ങളിൽ ലക്ഷങ്ങൾ അറുകൊല ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ബ്രിട്ടീഷുകാരന്റെ തോക്ക്, അവന്റെ തോക്കിൽ നിന്ന് വന്ന വെടിയുണ്ടകൾ ഏറ്റിട്ടാണ് അവർ മരിച്ചു വീണതെങ്കിൽ നമുക്ക് ദുഃഖിക്കേണ്ട കാര്യമില്ലായിരുന്നു. കാരണം നമ്മുടെ സിരകളിൽ അഭിമാനത്തിന്റെ ആന്തോളനം സൃഷ്ടിക്കപ്പെടുവാൻ ആ രക്തസാക്ഷിത്വത്തിന് സാധിക്കുമായിരുന്നു. അതല്ല ഉണ്ടായത്. 2.5 ലക്ഷം പേരെ കാണാതായി. ആ കാലഘട്ടത്തിൽ അവർ ജീവിച്ചുവോ മരിച്ചുവോ ആരും പിന്നീട് അറിഞ്ഞിട്ടില്ല. ഒട്ടേറെ വർഗീയ കലാപങ്ങൾ നമ്മുടെ രാജ്യത്ത് അരങ്ങേറുകയുണ്ടായി. ലക്ഷങ്ങളാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. അതുകൊണ്ട് നാം തിരിച്ചറിയേണ്ടതുണ്ട്, വർഗീയതയ്ക്കെതിരിൽ ഉറച്ച നിലപാട് സ്വീകരിക്കാൻ നമുക്ക് സാധിക്കണം. ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ അതിന്റെ 70ാമത് വാർഷികം അതിലേറ്റവും പ്രധാനമായി മുന്നോട്ട് വയ്ക്കുന്നത് വർഗീയതയ്ക്കെതിരെ ജനങ്ങൾ അണിചേരണമെന്നുള്ള സന്ദേശവുമായിട്ടാണ്. പ്രവാചകൻ പറഞ്ഞില്ലേ, ലൈസ മിന്നാ മൻ ദഅ ഇലാ അസബിയ്യ വലൈസ മിന്നാ മൻ മാത അലാ അസബിയ്യ വലൈസ മിന്നാ മൻ ഖാതല അസബിയ്യ. വർഗീയതയിലേക്ക് ക്ഷണിക്കുന്നവൻ, വർഗീയതയുടെ പേരിൽ മരിച്ചു വീഴുന്നവൻ, വർഗീയതയുടെ പേരിൽ വധിക്കുന്നവൻ എന്നിൽ പെട്ടവനല്ല എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്തവണ്ണം പ്രവാചകൻ പ്രഖ്യാപിച്ചെങ്കിൽ വിശ്വാസ സമൂഹം വർഗീയതയ്ക്കെതിരെ എന്നും ഉറച്ച നിലപാട് സ്വീകരിച്ചിട്ടുള്ളവരാ. ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ അതിന്റെ 70ാമത് വാർഷികത്തിന്റെ പ്രമേയമായി ജനങ്ങൾ ഒന്നിക്കണമെന്ന് പറയുമ്പോൾ വർഗീയതയ്ക്കെതിരെയുള്ള യുദ്ധപ്രഖ്യാപനം കൂടിയാണ് വരുന്ന 19-ാം തീയതി കൊല്ലം പട്ടണത്തിൽ നടക്കുന്നത് എന്നുള്ളത് അവസരോചിതമായി ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ നീട്ടിപ്പരത്തി പറയുന്നില്ല. നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വിഭജനം നമുക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നു. ഇനിയൊരു വിഭജനം ഒരിക്കലും നമുക്ക് താങ്ങാവതല്ല. നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ വിഭജിക്കുന്നതിന് വേണ്ടി ആസൂത്രിതമായ ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു. ജനങ്ങളുടെ പൗരത്വം മതത്തിന്റെ പേരിൽ നിർണയിക്കുന്ന അപകടകരമായ ഒരു സാഹചര്യമല്ലേ നിലവിൽ നിൽക്കുന്നത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൻ. ബുൾഡോസർ രാജ് ഈ രാജ്യത്തെ മസ്ജിദുകൾക്ക് നേരെ, ഈ രാജ്യത്തെ മുസ്ലിങ്ങളുടെ ആവാസ വ്യവസ്ഥകൾക്ക് നേരെ, ഈ രാജ്യത്തെ മുസ്ലിങ്ങളുടെ സാംസ്കാരിക കേന്ദ്രങ്ങൾക്ക് നേരെ ഉരുണ്ടുകൊണ്ടിരിക്കുകയാണ്. 2 ലക്ഷം പേരുടെ വാസസ്ഥലങ്ങളാണ് കഴിഞ്ഞ 2 വർഷം കൊണ്ട് മാത്രം തകർക്കപ്പെട്ടത് ബുൾഡോസർ രാജിലൂടെ. എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ രാജ്യത്ത് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ ചിന്തിച്ചു നോക്കിൻ. ഭരണഘടനയ്ക്ക് മീതെയാണ് ആ ബുൾഡോസറുകൾ ഉരുണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് ഈ രാജ്യത്തെ എല്ലാ മനുഷ്യരും മനസ്സിലാക്കണം. കാരണം ഇന്ത്യൻ ഭരണഘടന എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഭരണഘടനയാണ്. എല്ലാ വിഭാഗം ജനങ്ങളുടെയും സ്വാതന്ത്ര്യത്തിന്, അവരുടെ അവകാശങ്ങൾക്ക്, അവരുടെ മതസ്വാതന്ത്ര്യത്തിന് ഏറ്റവും അധികം പ്രാധാന്യം നൽകുന്ന ഒരു ഭരണഘടനയാണുള്ളതെങ്കിൽ ആ ഭരണഘടനയ്ക്ക് മീതെയാണ് ഈ ബുൾഡോസറുകൾ ഉരുണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കണം. ഈ അനീതിക്കെതിരെ ഒരു ചൂണ്ടുവിരലാകാൻ നമുക്ക് സാധിക്കണ്ടേ? അക്രമകാരിയായ ഭരണാധികാരികൾക്ക് മുന്നിൽ നിവർന്നു നിൽക്കലാണ് ഏറ്റവും വലിയ വിശുദ്ധ യുദ്ധം എന്ന് പ്രഖ്യാപിച്ച ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ അനുയായികളെ സംബന്ധിച്ചിടത്തോളം അക്രമകാരിയായ ഭരണാധികാരികൾക്ക് മുന്നിൽ ജനങ്ങൾക്ക് വേണ്ടി, വിഭാഗീയതയ്ക്ക് വേണ്ടിയല്ല, ഏതെങ്കിലും ഒരു സമുദായത്തിന് വേണ്ടിയല്ല, ഈ രാജ്യത്തിന് വേണ്ടി, ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി നിവർന്നു നിൽക്കാൻ നമുക്ക് സാധിക്കണം. എഴുന്നേറ്റു നിൽക്കാൻ നമുക്ക് സാധിക്കണം. അതാണ് ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ. അതാണ് വരുന്ന 19-ാം തീയതി കൊല്ലം പട്ടണത്തിൽ. ചരിത്ര പ്രസിദ്ധമാണ് കൊല്ലം. ചരിത്ര പ്രസിദ്ധമാണ് കൊല്ലം. കല്ലുമാല സമരം നമുക്കറിയാമല്ലോ. കീഴാള വർഗത്തിന് അടിച്ചമർത്തപ്പെട്ട വിഭാഗങ്ങൾക്ക്, പാവപ്പെട്ട ദളിത് സഹോദരിമാർക്ക് സ്വർണം ധരിക്കുവാനുള്ള സ്വാതന്ത്ര്യമില്ലായിരുന്നു. അവർ കല്ലുമാല മാത്രമേ ധരിക്കാൻ പാടുണ്ടായിരുന്നുള്ളൂ. കല്ലുമാല ധരിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിലാണ് ശ്രീമാൻ അയ്യങ്കാളി, ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ നിന്നുകൊണ്ട് സംസാരിക്കുമ്പോ ആ മഹാനുഭാവന്റെ ജന്മം കൊണ്ട്, കർമ്മം കൊണ്ട് പ്രസിദ്ധമായ നാടാണിത്. 1893 2 കാര്യങ്ങൾ കൊണ്ട് ചരിത്രം രേഖപ്പെടുത്തി. 1893 സ്വാമി വിവേകാനന്ദൻ, ഒരു ചെറുപ്പക്കാരൻ, 33 വയസ്സുള്ള ഒരു മനുഷ്യൻ, ചിക്കാഗോയിൽ
സർവമത സമ്മേളനത്തിൽ ഐക്യരാഷ്ട്രസഭ സംഘടിപ്പിച്ച സർവമത സമ്മേളനത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് സംസാരിച്ചത്. അദ്ദേഹത്തിന്റെ പ്രസംഗം ചരിത്രം രേഖപ്പെടുത്തി. അതേ 1893 ഒരു മഹാനുഭാവൻ, അതാണ് ശ്രീമാൻ അയ്യങ്കാളി. അന്ന് പാവപ്പെട്ട കീഴാള ജനവിഭാഗങ്ങൾക്ക് വഴി നടക്കാൻ പോലും സ്വാതന്ത്ര്യമില്ലായിരുന്നു. വാഹനത്തിൽ സഞ്ചരിക്കൽ നിഷിദ്ധമായിരുന്നു, കൊല ചെയ്യപ്പെടുമായിരുന്നു. മേലാളന്മാരുടെ തീട്ടൂരം അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് ആ മഹാനുഭാവൻ ഒരു വില്ലുവണ്ടിയിലൂടെ ഈ രാജവീഥിയിലൂടെ അദ്ദേഹം സഞ്ചരിച്ചു. ചരിത്രം രേഖപ്പെടുത്തിയ രാജവീഥിയാണിത്. 1893 ആ ശ്രീമാൻ അയ്യങ്കാളിയുടെ നാട്ടിലാണ് നാം ജീവിക്കുന്നത്. പ്രിയമുള്ളവരെ, ആ അയ്യങ്കാളിയുടെ ആഹ്വാനം ഉൾക്കൊണ്ടുകൊണ്ട് കല്ലുമാലകൾ വലിച്ചെറിഞ്ഞിട്ട് സ്വർണ്ണാഭരണങ്ങൾ ധരിക്കുവാൻ കീഴാളവർഗം തയ്യാറായി. ആ കീഴാളവർഗത്തെ മേലാളന്മാർ ആക്രമിച്ചു കൊലപ്പെടുത്തി. പക്ഷേ അവർ പരാജയപ്പെട്ടില്ല, മുന്നോട്ട് പോയി. ആഭരണം ധരിക്കുവാനുള്ള സ്വാതന്ത്ര്യം പിൽക്കാലത്ത് നേടിയെടുത്ത ചരിത്ര പ്രസിദ്ധമായ കല്ലുമാല സമരം നടന്ന അതേ മനുഷ്യാവകാശത്തിന്റെ ഉജ്ജ്വലമായ മുദ്രകൾ ചരിത്രത്തിന്റെ ഏടുകളിൽ പതിപ്പിച്ച കൊല്ലം പട്ടണം. ആ കൊല്ലം പട്ടണത്തിൽ ജനലക്ഷങ്ങൾ സംഗമിക്കുകയാണ്. അനന്തവിഹായസിലേക്ക്, സ്വാതന്ത്ര്യത്തിന്റെ അനന്തമായ വിഹായസിലേക്ക് പായ്ക്കപ്പലുകൾ ഒരു കാലഘട്ടത്തിൽ അവിടെയാണ് അണഞ്ഞത്. വേണാടിന്റെ സമുദ്ര തീരത്താണ് അണഞ്ഞതെങ്കിൽ അതിനെ അനുസ്മരിപ്പിച്ചുകൊണ്ട് മനുഷ്യാവകാശത്തിന്റെ പടക്കപ്പലുകൾ വരുന്ന 19-ാം തീയതി കൊല്ലം പട്ടണത്തിൽ ഇരമ്പിയെത്തുകയാണ്. നിങ്ങൾ എത്തിച്ചേരണം. ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തട്ടെ. വിശുദ്ധ ഖുർആന്റെ ഒരു പ്രഖ്യാപനമുണ്ട്. മനുഷ്യരെ ഒന്നായി കണ്ട ഖുർആൻ, മനുഷ്യന്റെ തറവാടൊന്നെന്ന് പ്രഖ്യാപിച്ച വിശുദ്ധ ഖുർആൻ. ഖുർആന്റെ പ്രഖ്യാപനം തന്നെ പല പ്രത്യയശാസ്ത്രങ്ങളും ഈ ലോകത്തേക്ക് കടന്നു വന്നു. ക്യാപിറ്റലിസം മുതലാളിത്ത വർഗമേ എന്ന് അഡ്രസ് ചെയ്തു. കമ്മ്യൂണിസം തൊഴിലാളി വർഗമേ എന്ന് അഡ്രസ് ചെയ്തു. മേലാളന്മാർ സവർണന്മാരെ എന്ന് സംബോധന ചെയ്തു. വിശുദ്ധ ഖുർആൻ കടന്നു വന്നു, ആരെയും മാറ്റി നിർത്തിയില്ല. യാ അയ്യുഹന്നാസ്, ഏ മനുഷ്യരെ, ഇത്തഖൂ റബ്ബകുമുല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹാ വബഥ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ. ഒരേ ആത്മാവിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ചവൻ അതിൽ നിന്ന് അതിന്റെ ഇണയെ സൃഷ്ടിച്ചു. അവ രണ്ടിൽ നിന്നും ധാരാളം സ്ത്രീകളെയും പുരുഷന്മാരെയും സൃഷ്ടിച്ച രക്ഷിതാവിനെ നിങ്ങൾ ആരാധിക്കുവിൻ. മനുഷ്യന്റെ തറവാടൊന്ന്, മനുഷ്യരെല്ലാവരും സമന്മാര്, ചീർപ്പിന്റെ പല്ലുകൾ കണക്കെ പ്രവാചകൻ സാധ്യതമാക്കി. കുല്ലുക്കും മിൻ ആദം വാദം മിൻ തുറാബ്, എല്ലാം ആദമിൽ നിന്ന്, ആദമോ മണ്ണിൽ നിന്ന്. അതെ, മാനവികത, മനുഷ്യ സമത്വം, ആ പ്രത്യയശാസ്ത്രം മുന്നോട്ട് വെച്ച വിശുദ്ധ ഖുർആൻ. ആ ഖുർആനിലെ ഒരു വാചകം കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. വമാലക്കും ലാ തുഖാതിലൂന ഫീ സബീലില്ലാഹി വൽ മുസ്തൽഅഫീന മിനർ റിജാലി വൻ നിസാഇ വൽ വിൽദാൻ. നാട്ടിയോടിക്കപ്പെട്ട, അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട സ്ത്രീകൾക്ക് വേണ്ടി, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, പുരുഷന്മാർക്ക് വേണ്ടി ശബ്ദിക്കാതിരിക്കാൻ എന്തുണ്ട് ന്യായം? എന്റെ കർണപുടങ്ങളിൽ അലയടിക്കുന്നു, നിങ്ങളുടെ കർണപുടങ്ങളിൽ അലയടിക്കുന്നു. മുസ്ലിങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാനെന്നല്ല, മറിച്ച് അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട, ആട്ടിയോടിക്കപ്പെട്ടവരെ നിങ്ങൾ കാണുന്നില്ലേ? സുനാലി ഖാത്തൂനെ നിങ്ങൾ കാണുന്നില്ലേ? ഡാനിഷ് അനിയെ നിങ്ങൾ കാണുന്നില്ലേ? അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട് തടവറകൾക്കുള്ളിൽ കിടക്കുന്ന ഉമർ ഖാലിദിന്റെ ഗദ്ഗതം എന്തേ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്നില്ല? നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഷർജിൽ ഇമാം എന്ന് പറയുന്ന വ്യക്തി പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ സമരം ചെയ്തു എന്ന ഒറ്റ കുറ്റം മാത്രമാണ് അദ്ദേഹം ചെയ്തത്. ജനങ്ങളെ വിഭജിക്കുന്നത് മതത്തിന്റെ അടിസ്ഥാനത്തിൽ പാടില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഭരണഘടന പൗരന്മാർക്ക് നൽകുന്ന അവകാശമുണ്ടല്ലോ, അതിനുവേണ്ടി ശബ്ദിച്ചതിന്റെ പേരിൽ രാജ്യദ്രോഹ കുറ്റം ചുമത്തി തടവറകൾക്കുള്ളിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്ന ആയിരങ്ങളല്ല ലക്ഷങ്ങളുണ്ട്. അവരുടെ ഗദ്ഗതം എന്തേ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്നില്ല? അവരുടെ മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി, ആട്ടിപ്പായിക്കപ്പെട്ടവരുടെ മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി, വോട്ട് നിഷേധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന പാവം ജനതയ്ക്ക് വേണ്ടി എഴുന്നേറ്റു നിൽക്കാൻ, ഒരു ചോദ്യത്തിന്റെ ചൂണ്ടുവിരലെങ്കിലും ഉയർത്താൻ നമുക്ക് സാധിക്കണ്ടേ? അതിനാണ് വരുന്ന 19-ാം തീയതി ലക്ഷങ്ങൾ കൊല്ലം പട്ടണത്തിൽ എത്തിച്ചേരുന്നത്. ഞാൻ ഈ പ്രദേശത്തെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്ന മഹല്ലിന്റെ ഭാരവാഹികളുണ്ട്, ഇമാമിങ്ങളുണ്ട്, സംഘടനാ നേതാക്കളുണ്ട്, സാധാരണക്കാരുണ്ട്. എല്ലാവരോടും ഓർമ്മപ്പെടുത്തട്ടെ, നിങ്ങളൊരു സമൂഹമാണ്.
കാതോട് കാതോരം ഈ സന്ദേശം എത്തേണ്ടതുണ്ട്. വീട് വീടാന്തരങ്ങളിലേക്ക് ഈ സന്ദേശം എത്തേണ്ടതുണ്ട്. ഇത് രാജ്യത്തിന് വേണ്ടിയുള്ള സമരമാണ്, ജനങ്ങൾക്ക് വേണ്ടിയുള്ള സമരമാണ്, ഈ രാജ്യത്തിന്റെ ഭരണഘടന സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള സമരമാണ്, വിശ്വാസ സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള സമരമാണ്. ആ സമരത്തിന്റെ ഭാഗമായി നമുക്ക് ഒന്നിച്ചൊന്നായി അണിചേരാമെന്ന് പറഞ്ഞുകൊണ്ട് അതിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്ക് അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ജയ് ഹിന്ദ്. ഈ മഹനീയ സമ്മേളനം സമുദ്ഘാടന കർമ്മം നിർവഹിക്കുവാൻ അള്ളാഹു ദക്ഷിണയ്ക്ക് നൽകിയ വരദാനമാണ് അഹ്ലുൽ ബൈത്തിന്റെ പെൺതാരകം സയ്യിദ് മുത്തുക്കോയ തങ്ങൾ അൽബാഫഖി അവരുകളെ വളരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹബിഹിൽ ഫായിസിന ബില്ലാഹി അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമത്തെ സ്വീകരിക്കുമാറാകട്ടെ. ഏറ്റവും ബഹുമാനാദരവ് നിറഞ്ഞ യോഗാധ്യക്ഷൻ, ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമയുടെ അമരക്കാരനും ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമയുടെ സന്ദേശയാത്രയുടെ ക്യാപ്റ്റനുമായ പ്രിയപ്പെട്ട തൊടിയൂർ ഉസ്താദ് അവറുകൾ, മറ്റ് വേദി ധന്യമാക്കുന്ന പ്രിയപ്പെട്ട നേതാക്കൾ, എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ട പോത്തൻകോട് കണിയാപുരം മേഖലകളിലെ ഉലമാക്കൾ, സഹോദരങ്ങൾ, ഉമറാക്കൾ, മറ്റ് മതസ്ഥർ, പ്രിയമുള്ളവരെ, ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമയുടെ 70-ാം വാർഷികത്തിനോടനുബന്ധിച്ച് സംഘടിപ്പിക്കപ്പെട്ട സന്ദേശയാത്രയുടെ ഒരു സ്വീകരണ യോഗമാണ് ഇന്ന് കണിയാപുരത്തിന്റെ വിരിമാറിൽ വന്നെത്തിയിരിക്കുന്നത്. ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ നമുക്കൊക്കെയും അറിയാം, 7 പതിറ്റാണ്ടുകാലം കേരളക്കരയിലെ വിദ്യാഭ്യാസ, സാമൂഹിക, സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് എന്നും എല്ലാവരെക്കാളും ഒരു പടി മുന്നിൽ നിന്ന് നയിച്ച അനുഗ്രഹീതരായ നേതാക്കളെ കൊണ്ടും പ്രവർത്തകരെ കൊണ്ടും സമ്പന്നമായവരാണ് ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ എന്ന് നമുക്കൊക്കെയും അറിയാം. സാധാരണ സംഘടനകളും സാധാരണ എല്ലാ പ്രവർത്തനങ്ങളും തന്റെ സംഘടനയ്ക്ക് വേണ്ടി നേട്ടങ്ങൾ കൊയ്യാനും ലാഭം കൊയ്യാനും പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ, സമ്മേളനങ്ങൾ നടത്തുമ്പോൾ ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ കാലങ്ങളായി തന്റെ പതിറ്റാണ്ടുകൾ കടന്നു വരുന്ന സമ്മേളനങ്ങളെല്ലാം ഈ രാജ്യത്തിന്റെ ദുരിതം അനുഭവിക്കുന്നവർക്ക് വേണ്ടി മാറ്റിവെച്ചിട്ട് നമുക്കൊക്കെ അറിയാം, 2019 കേരളം കണ്ട ഒരുപക്ഷെ അൽ ജസീറ ചാനൽ പോലും ഇന്ന് റീടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പൗരത്വ റാലി ഇന്ന് കേരളക്കര ഒരിക്കലും മറന്നു കാണില്ല. ബഹുമാനപ്പെട്ട തൊടിയൂർ ഉസ്താദ് അന്ന് ഇടപെട്ട് അവിടുത്തെ ഉപദേശത്തോടുകൂടി DKLM കൊല്ലത്ത് നടത്തിയ ലക്ഷങ്ങൾ അണിനിരന്ന പൗരത്വ അവകാശ റാലി ഇന്ത്യയുടെ സർക്കാരുകൾ ഡിസംബർ 10 പ്രഖ്യാപിക്കുമ്പോൾ അതിന്റെ വാർത്തകൾ, വിധികൾ പുറത്തു വരുന്നതിന്റെ തലേ ദിവസം ഈ ഇന്ത്യ രാജ്യത്തിന്റെ അവസ്ഥ നേരിട്ട് കണ്ട് നേരത്തെ കാലേ കൂട്ടി മനസ്സിലാക്കിയിട്ട് കൊല്ലത്ത് നടന്ന പൗരത്വാവകാശം ഇന്നും ഒരുപക്ഷെ ഇന്ത്യയുടെ സർക്കാരുകൾ പേടി സ്വപ്നത്തോടെ നോക്കിക്കാണുന്ന സമ്മേളനമാണ് എന്ന് അഭിമാനത്തോടെ പറയാൻ കഴിയുന്ന ഒരേ ഒരു പ്രസ്ഥാനം അത് ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ മാത്രമാണ്. നമുക്കറിയാം, 2019 ശേഷം വിറങ്ങലിച്ചു പോയ ഇന്ദ്രപ്രസ്ഥത്തിന്റെ ഭരണകൂടങ്ങൾ ആ പൗരത്വം എന്ന് പറയുന്ന വാക്കേ പിന്നെ മാഞ്ഞു പോയി. അതിനിടയിൽ ഒരുപാട് ഭിന്നതയ്ക്ക് അനുഭവിച്ചു പോയ ഇന്ത്യ മഹാരാജ്യത്ത് പിന്നെ കടന്നു വന്നത് കൊറോണയുള്ള സമയമാണ്. അതോടൊപ്പമാണ് ഈ പ്രകൃതിക്ഷോഭം കടന്നു വന്നത്. ഇത് രണ്ടും വരുമ്പോ പരസ്പരം ഭിന്നിപ്പിച്ച് നിർത്തിയിരുന്ന ഹൈന്ദവനും ക്രൈസ്തവനും മുസ്ലിമുമെല്ലാം ഈ പ്രക്ഷോഭകാലത്ത് ജാതി മറന്ന്, മതം മറന്ന്, ഉള്ളവനും ഇല്ലാത്തവനും മറന്ന് ഒരു കൈയോടെ ഒരു മെയ്യോടെ അവർ ഒരുമിച്ച് പ്രവർത്തിച്ച് അവർക്ക് നഷ്ടപ്പെട്ടു പോയ, എവിടെയോ കളഞ്ഞുപോയ സൗഹൃദത്തെ വീണ്ടെടുക്കാൻ ശ്രമിക്കുമ്പോൾ വീണ്ടും വഖഫിന്റെയും അതുപോലെ ഏക സിവിൽ കോഡിന്റെയും വിഷയങ്ങൾ കൊണ്ടുവന്നിട്ട് ഈ സമുദായത്തെ ആദ്യം ഒതുക്കി പിന്നെ മറ്റുള്ള സമുദായങ്ങളിലേക്ക് കുതിര കയറി സവർണന്റെ രാജ്യമാക്കി മാറ്റാനുള്ള കുൽശ്രമങ്ങൾ നടക്കുമ്പോൾ ഇങ്ങേയറ്റം SIR-ന്റെ വിഷയത്തിലൂടെ ഈ രാജ്യത്തിന്റെ പിതാവിനെയും മകനെയും രണ്ടാക്കുവാൻ, ഈ രാജ്യത്തിന്റെ ഹൈന്ദവന്റെയും ക്രൈസ്തവന്റെയും മുസ്ലിമിന്റെയും മനസ്സിൽ മതവെറിയുടേതായ വിഷലിപ്തങ്ങൾ കുത്തിനിറച്ചിട്ട് ഈ രാജ്യത്തിൽ മതത്തിന്റെ പേരിൽ വല്ലാതെ ശത്രുതയുണ്ടാക്കി, അക്രമമുണ്ടാക്കി ഈ രാജ്യത്തിന്റെ ജനങ്ങളെ തോളോട് തോളുമേ ഇതുവരെയും പ്രവർത്തിച്ചു വന്ന ഈ രാജ്യത്തിന്റെ മക്കളെ, മനുഷ്യ മക്കളെ തമ്മിൽ പിരിപ്പിക്കാനുള്ള എല്ലാ കുതന്ത്രങ്ങളും കൊണ്ട് മുന്നോട്ട് വരുമ്പോൾ
വരുമ്പോഴാണ് ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമയുടെ 70ാം വാർഷികം കടന്നു വരുന്നത്. പ്രിയപ്പെട്ട നേതൃത്വം സംസാരിച്ചു, സംഘടനയ്ക്ക് വേണമെങ്കിൽ വലിയ സമ്മേളനം നടത്താം, അതിന് നാട് താളാന്തരമുള്ള യാത്രയുടെ ആവശ്യമില്ല. കേരളത്തിലുള്ള ഏകദേശം 3500ഓളം മദ്രസയിൽ പഠിക്കുന്ന കുട്ടികളോടും രക്ഷകർത്താക്കളോടും പറഞ്ഞാൽ ലക്ഷക്കണക്കിന് ആളുകളാണ് ഇവരെത്തിക്കൊണ്ട് സമ്മേളനം നടത്താൻ കേൾപ്പുള്ള ഒരു പ്രസ്ഥാനമാണ്. 70 ആണ്ടുകൾ കേരളത്തിൽ നിറഞ്ഞുവന്ന ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ. പക്ഷേ സമർത്ഥരായ പ്രിയപ്പെട്ട നേതൃത്വം, പ്രിയപ്പെട്ട തൊഴിലുസ്ഥാപനക്കാർ ശക്തമായി പറഞ്ഞ ഒരൊറ്റ വിഷയമേ ഉള്ളൂ, മറ്റുള്ളവരെ പോലെ സമ്മേളനം നടത്താൻ നമുക്ക് കഴിയും, പക്ഷേ നമുക്ക് വേണ്ടതല്ല ഈ രാജ്യം, നമ്മുടെ ഇന്ത്യ, മമ്പുറന്നങ്ങളും മങ്ങാട്ടത്തിനും ഒരുമിച്ച് ചെയ്യുന്ന ഇന്ത്യ, പഴശ്ശിരാജയും ഉണ്ണിമുസയും ഒരുമിച്ച് ചെയ്യുന്ന ഇന്ത്യ ഇന്നിതാ ഭിന്നിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വൈജാത്യങ്ങളുടെ സുന്ദര ഭൂമിക ഇന്നിതാ അക്രമങ്ങളുടെ മലീമസമാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ രാജ്യത്തിന് വേണ്ടി ശബ്ദിക്കാൻ നമ്മളല്ലാതെ മറ്റൊരാളില്ല എന്ന തീരുമാനമെടുക്കുകയും 70ാം വാർഷികത്തോടനുബന്ധിച്ചുകൊണ്ട് അവകാശ സംരക്ഷണ റാലി എന്ന മഹാത്മാ ഗാന്ധിജി പറഞ്ഞതുപോലെ ഞാൻ ആഗ്രഹിക്കുന്ന സവർണന്റേതായ സ്വാതന്ത്ര്യമല്ല, ഈ രാജ്യത്ത് ഇല്ലായ്മകൾ അനുഭവിക്കുന്ന അതിർവൽക്കരിക്കപ്പെടുന്ന ഒരു സമൂഹം, ദളിതനും അതുപോലെ തന്നെ പിന്നോക്കങ്ങളിലേക്ക് തള്ളിയിടപ്പെടുന്ന അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന ഒരു സമുദായം കൂടി അവകാശങ്ങൾ നേടിയെടുത്തിട്ട് ഈ സമുദായത്തിന്റെ രാജ്യത്തിന്റെ ഒന്നാം നിരയിലേക്ക് കടന്നു വരുമ്പോഴാണ് ഞാൻ ആഗ്രഹിച്ച ഇന്ത്യയുടേതായ നില പൂർത്തിയാകുന്നതെന്ന് മഹാത്മാഗാന്ധി പറഞ്ഞ പോലെ പ്രിയപ്പെട്ട ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ തീരുമാനമെടുത്തു. അവകാശ സംരക്ഷണത്തിന് വേണ്ടി കേരളം കണ്ട, ഇന്ത്യ കണ്ട അതേ അധികാരികൾ പേടിക്കുന്ന, അവിടെ ഹൃദയത്തിൽ ഒരു മാലപ്പടക്കം സൃഷ്ടിക്കുന്ന സുന്ദരമായൊരു പ്രതിഷേധമാണ് നമുക്ക് ഈ കാലഘട്ടത്തിന് ആവശ്യമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വരുന്ന 19-ാം തീയതി തിങ്കളാഴ്ച കൊല്ലത്തിന്റെ വിരിമാറിൽ പീരങ്കി മൈതാനിൽ നടക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ആ മഹാറാലിയിലും സന്ദേശയാത്രയിലും സമ്മേളനത്തിലും ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രിയപ്പെട്ട മഹോന്നതരായ നമ്മുടെ പണ്ഡിത മഹത്തുക്കൾ ഈ കണിയാപുരത്തിന്റെ വിരിമാറിലേക്ക് കടന്നു വന്നത്. പ്രിയമുള്ളവരെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഹൈന്ദവരെ, ക്രൈസ്തവരെ, എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സുഹൃത്തുക്കള്, നാം ആരും മാറി നിൽക്കേണ്ടവരല്ല. ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ UDF-നെതിരല്ല, LDF-നെതിരല്ല, ഈ രാജ്യത്തിന്റെ ഒരു പ്രസ്ഥാനങ്ങൾക്കും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും എതിരല്ല. പക്ഷേ ഓരോ രാഷ്ട്രീയത്തിന്റെയും പ്രസ്ഥാനങ്ങളുടെയും പേരിൽ ജനങ്ങളെ ഭിന്നിപ്പിച്ച് ഡിവൈഡ് ആൻഡ് റൂൾ എന്ന ബ്രിട്ടീഷുകാരന്റെ തീരകൾ വീണ്ടും ആവർത്തിക്കപ്പെടുമ്പോ അല്ല, ഒരുമിച്ച് നിൽക്കേണ്ടവരാണ് മനുഷ്യരെന്ന ബോധം ഈ ആധുനിക കാലത്ത് എല്ലാവരുടെ ഹൃദയത്തിൽ നിറക്കാനും അതിനെതിരെ കടക്കിൽ കത്തിവെക്കുന്ന എല്ലാവർക്കും അതേ ഭീഷണി കൊടുത്തുകൊണ്ട് അവിടെ ഹൃദയത്തിൽ അതേ ചിന്തിക്കാനുള്ള ഒരു അവസരം വിട്ടുകൊടുത്തുകൊണ്ടാണ് ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ 70ാം വാർഷികം സംഘടിപ്പിക്കുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ആബാലവൃദ്ധം ജനങ്ങളെയും എന്റെ സഹോദരങ്ങളെയും ഒരൽപ്പം ഇസ്ലാമിനോട് കൂറുള്ള, ഒരൽപ്പം ഈ രാജ്യത്തിന്റെ ഒരുമ നിലനിൽക്കണമെന്ന് ആവശ്യപ്പെടുന്ന, ഒരൽപ്പമെങ്കിലും ഈ രാജ്യത്തിന്റെ മതേതരത്വം നിലനിൽക്കണമെന്ന് ആശിക്കുന്ന എല്ലാവരും തോളോട് തോളൊരുമി 19-ാം തീയതി കൊല്ലത്തേക്ക് കടന്നു വരണമേ എന്ന് വ്യക്തിപരമായും സംഘടന പേരിലും എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് എന്റെ ഉദ്ഘാടന ഭാഷണം നിർത്തുന്നു. പ്രത്യേകിച്ചും പോത്തൻകോട് കണിയാപുരം മേഖലയെ ഇത്ര നല്ല ഒരു സ്വീകരണത്തിനൊരുക്കിയ അവർക്ക് പ്രത്യേകം അഭിനന്ദനം അറിയിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന അനുഗ്രഹീതമായ വാക്യത്തിൽ ഉദ്ഘാടനം ചെയ്യാൻ പ്രഖ്യാപിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അടുത്തത് ബഹുമാനപ്പെട്ട സ്വീകരണം ഏറ്റുവാങ്ങുന്നത് ജാഥ ക്യാപ്റ്റൻ ആദരണീയനായ തൊടിയൂർ ഉസ്താദുകളാണ്. ഉസ്താദിൻ്റെ സംസാരത്തിന് ശേഷം സ്വീകരണം ഏറ്റുവാങ്ങി ഇൻഷാ അല്ലാഹ് സമ്മേളനം അവസാനിപ്പിക്കാം. രണ്ട് വാക്ക് സംസാരിക്കുവാൻ വേണ്ടി ബഹുമാനപ്പെട്ട ജാഥ ക്യാപ്റ്റൻ തൊടിയൂർ ഉസ്താദിനെ ആദരവോടെ 70ാം വാർഷിക സന്ദേശം നൽകുവാൻ വേണ്ടി ബഹുമാനപ്പെട്ട ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമയുടെ സംസ്ഥാന സെക്രട്ടറിയും സാംസ്കാരിക കേരളത്തിൻ്റെ നിറസാന്നിധ്യമായ അതിനാണ് സി ഉസ്താദ് അവരെ ആദരവോടെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. സമയത്തിൻ്റെ പരിമിതി നമ്മൾ എല്ലാവരും മനസ്സിലാക്കി ഇനി അടുത്ത ഒരു പോയിന്റിൽ ഓടി എത്തേണ്ട സമയമായി. പനവൂര് സമാപനം നടക്കേണ്ടതുണ്ട്. ഞാൻ ഒറ്റ കാര്യം മാത്രം പറഞ്ഞ് ചുരുക്കുകയാണ്.
വ്യക്തികൾക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ ചെയ്യാനാണ് സംഘടനയും കൂട്ടായ്മയും പ്രവർത്തിക്കുന്നത്. ഒരാൾക്കോ രണ്ടാൾക്കോ ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ ഒരു സമൂഹത്തിന് ചെയ്യാൻ കഴിയും. അതാണ് നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ പ്രസക്തി. ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ എന്ന മഹത്തായ പ്രസ്ഥാനം, ആ പ്രസ്ഥാനത്തിന് ചെയ്യാൻ കഴിഞ്ഞത് കഴിഞ്ഞ 70 വർഷം കൊണ്ട് നമ്മൾ ആലോചിച്ചാൽ ഒരു പ്രദേശത്തിൻ്റെ മുഴുവനും മാറ്റവും ഒരു പ്രദേശത്തിൻ്റെ മുഴുവനും ഉയർച്ചയും നവോത്ഥാനവും ബഹുമാനപ്പെട്ട ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമയ്ക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ ഗ്രാമങ്ങളിലൊക്കെ കൊച്ചു കൊച്ചു ആശാൻ കളരി പോലെയുള്ള ചെറിയ സംവിധാനങ്ങൾ മാത്രം മതം പഠിക്കാനുണ്ടായിരുന്ന ചിത്രം മാറി തെക്കൻ കേരളത്തിന്റെ മുഴുവൻ കുഗ്രാമങ്ങളിൽ പോലും മദ്രസ സംവിധാനമുണ്ടാക്കി, അറബിക് കോളേജുകൾ കൊണ്ടുവന്നു, പ്രഭാഷകന്മാരെ സൃഷ്ടിച്ചു, മുദരിസുമാർക്ക് ജന്മം നൽകി, പ്രഭാഷകന്മാരുണ്ടായിത്തീർന്നു. ഒരുപാട് നമ്മുടെ പ്രവർത്തകരായ ആളുകൾ സാമൂഹിക മണ്ഡലത്തിൽ നിറഞ്ഞു നിന്ന് പ്രവർത്തിക്കുന്ന ചുറ്റുപാടുണ്ടായി. ഈ ചുറ്റുപാട് മുഴുവനും ഇവിടെ സൃഷ്ടിച്ചെടുക്കുന്നതിൽ ബഹുമാനപ്പെട്ട ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ എന്ന പണ്ഡിത പ്രസ്ഥാനത്തിന് സംഘടനാപരമായ പങ്കുണ്ട്. നമ്മുടെ മലയാളത്തിലൊരു ചൊല്ലുണ്ട്, ഈ ചുവരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാൻ പറ്റൂ എന്നൊരു ചൊല്ലുണ്ട്. ചുവരുള്ളപ്പോൾ മാത്രം ചുവരിൽ ചിത്രം വരയ്ക്കാൻ പറ്റുള്ളൂ. ചുവരില്ലാതെ പോയാൽ പിന്നെ അവിടെ ചിത്രം വരയ്ക്കാൻ പറ്റില്ല. അതുകൊണ്ട് സംഘടന എന്ന് പറയുന്ന ഏറ്റവും സുശക്തമായ ഈ പ്ലാറ്റ്ഫോം അതിന്റെ എല്ലാ ശക്തിയോടും കൂടി പരിരക്ഷിക്കപ്പെടുകയും അതിന്റെ എല്ലാ നിലയ്ക്കുള്ള അരികുമൂലയും ചേർത്ത് മുന്നോട്ട് പോവുകയും ചെയ്യേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. പണ്ഡിതന്മാർ നേതൃത്വം നൽകുന്ന ഘട്ടത്തിൽ അതിനെതിരായിട്ടുള്ള അനഭിലഷണീയമായിട്ടുള്ള അനാരോഗ്യകരമായിട്ടുള്ള പ്രവർത്തനങ്ങളും ഭാഷണങ്ങളും ഒഴിവാക്കി പ്രസ്ഥാനത്തെയും സംഘടനയെയും സമുദായത്തെയും ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകണമെന്നതാണ് ഒരുമയുള്ള സമുദായം, ഒരുമയുള്ള സംഘം എന്നതിന്റെ ഏറ്റവും വലിയ താല്പര്യം. അതുകൊണ്ട് ഇവിടെ ഈ മേഖലകൾ, പോത്തങ്കോട് മേഖല, അതേപോലെ കണിയാപുരം മേഖല സംയുക്തമായി നൽകിയ ഈ ഉയർന്ന സ്വീകരണം അഭിവന്ദനായ തൊഴിൽ ഉസ്താദ് സംസാരിക്കാൻ പോവുകയാണ്. സമ്മേളനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വിധത്തിലുള്ള ആശങ്കയും ഇതിന്റെ നേതൃത്വത്തിലില്ല. ഇൻഷാ അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചതമ്പുരാൻ ആവതാക്കിയാൽ കൊല്ലം പട്ടണം ചരിത്രത്തിൽ കണ്ടിട്ടില്ലാത്ത വിധം, കൊല്ലം പട്ടണത്തിന് ശ്വാസം മുട്ടുന്ന വിധം അക്ഷരാർത്ഥത്തിൽ അവിടെ ജനബാഹുല്യം കൊണ്ട് വീർപ്പുമുട്ടുമെന്ന കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട. അങ്ങ് ഇടുക്കി മുതൽക്ക് ഇങ്ങോട്ടുള്ള വാഹനങ്ങൾ എത്രയാണ് ബുക്ക് ചെയ്യപ്പെട്ടത് നിങ്ങൾക്കറിയുമോ? ഓരോ മേഖലകളിൽ നിന്ന്, ഓരോ മഹല്ലുകളിൽ നിന്ന് എത്രയോ സംഘങ്ങളാണ് ഈ യോഗത്തിൽ പങ്കെടുക്കാൻ തയ്യാറായിരിക്കുന്നത് നിങ്ങൾക്കറിയാമോ? കാര്യം ദക്ഷിണ വളർത്തലല്ല, ഈ രാജ്യത്തിന്റെ കെട്ടുറപ്പിന് വേണ്ടി, സമൂഹത്തിന്റെ കെട്ടുറപ്പിന് വേണ്ടി, ക്രിസ്ത്യാനികളുടെ, ഹിന്ദുവിന്റെ, മുസ്ലിമിന്റെ എന്ന വ്യത്യാസമില്ലാതെ, ഇടതുപക്ഷക്കാരൻ വലതുപക്ഷക്കാരൻ എന്ന വ്യത്യാസമില്ലാതെ രാജ്യത്തെ പൗരന്മാർക്ക് അച്ചടക്കത്തോടെ സമാധാനത്തോടെ ജീവിക്കാൻ ഇവിടെ അവസരം ഉണ്ടായേ പറ്റൂ എന്ന് പറയാനുള്ള ഈ വിപ്ലവകരമായ മുന്നേറ്റത്തിന്, സമാധാനപരമായ മുന്നേറ്റത്തിന് നിങ്ങളെല്ലാവരും ഉണ്ടാകണം. ദക്ഷിണ എന്ന മഹത്തായ പ്രസ്ഥാനത്തെ കണ്ണിലെ കൃഷ്ണമണിയെ പോലെ കാത്തുസൂക്ഷിക്കണം. ശിഥിലീകരണമായ, അതേപോലെ തന്നെ അതിന് അപശബ്ദങ്ങൾ ഉണ്ടാക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും എല്ലാവരും വിട്ടുനിൽക്കുകയും ബഹുമാനപ്പെട്ട ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ നമ്മുടെ ഉസ്താദുമാർ നമ്മളെ ഏൽപ്പിച്ചു പോയ അമാനത്താണ്. നമ്മുടെ മരണം വരേക്കും ഈ അമാനത്തിനെ ഏറ്റെടുത്ത് മുന്നോട്ട് പോകണമെന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തിക്കൊണ്ടും പറഞ്ഞുകൊണ്ടും ബഹുമാനപ്പെട്ട തൊടിയൂർ ഉസ്താദ് അവർ നമ്മളോട് സംസാരിക്കാൻ പോവുകയാണ്. അള്ളാഹു ഈ പരിശ്രമത്തെ കബൂൽ ചെയ്യട്ടെ. നമ്മുടെ ജീവനകാലത്ത് സമുദായത്തിനും രാജ്യത്തിനും വേണ്ടി ചെയ്ത ഏറ്റവും വലിയ പരിശ്രമങ്ങളിൽ ഒന്നായി അള്ളാഹു ഇതിനെ സ്വീകരിക്കട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അടുത്ത സ്വീകരണമാണ്. സ്വീകരണത്തിന് മുന്നോടിയായി തൊടിയൂർ ഉസ്താദ് സംസാരിക്കുന്നത്. ഉസ്താദിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ സമ്മേളനം ശ്രമിക്കുന്ന ബഹുമാനീയരായ എല്ലാ സഹോദരങ്ങൾക്കും ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമയുടെ ഹൃദ്യമായ അഭിവാദ്യങ്ങൾ. ബഹുമാനപ്പെട്ട, ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയും സദസ്സിനെയും ധന്യമാക്കിയിരിക്കുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് ഖാദി, ബഹുമാനപ്പെട്ട ഖത്തീബ്, ബഹുമാനപ്പെട്ട മുഅല്ലിം, ബഹുമാനപ്പെട്ട മുഅദ്ദിൻ, ബഹുമാനപ്പെട്ട മുഅല്ലിം, ബഹുമാനപ്പെട്ട മുഅദ്ദിൻ,
ബഹുമാന്യരായ ഉസ്താദന്മാരെ, നേതാക്കന്മാരെ, സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട അനുജന്മാരെ, ഈ സമ്മേളനത്തിൻ്റെ ബഹുമാന്യനായ അധ്യക്ഷൻ അൽഹാജ് MU അബ്ദുസ്സലാം മൗലവി അവർ ദക്ഷിണയെ സംബന്ധിച്ചിടത്തോളം, കണിയാപുരം മേഖലയെ സംബന്ധിച്ചിടത്തോളം, ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ദക്ഷിണ കേരള ജമിയത്തുലമയെ നെഞ്ചിലേറ്റി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സാത്വികനായ ഒരു പണ്ഡിതൻ. ഞാൻ ഒരു കാര്യം ഉണർത്തുന്നു, അന്നാസു അദാവുമാ ജഹിലു, മനുഷ്യൻ അവൻ അറിയാത്തതിൻ്റെ ശത്രുവാണ്. അബ്ദുസ്സലാം മൗലവിയെക്കുറിച്ച് അറിയാത്തവർ ആരെങ്കിലും എന്തെങ്കിലും മോശമായി പ്രചരിപ്പിക്കുന്നെങ്കിൽ അതിനെ പിന്നോട്ട് പോകാതെ ഒരടി മുന്നോട്ട് നീങ്ങാൻ തയ്യാറാകണം എന്നാണ് എനിക്ക് അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കാറുള്ളത്. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ യാഥാർത്ഥ്യത്തെക്കുറിച്ച്, നമ്മുടെ സത്യസന്ധതയെക്കുറിച്ച്, നമ്മുടെ പ്രവർത്തനത്തിൻ്റെ ആത്മാർത്ഥതയെക്കുറിച്ച് അറിയാത്തവരെന്തോ പറയട്ടെ, അതൊരു പൊതു തത്വമല്ലേ. അന്നാസു അദാവുമാ ജഹിലു, മനുഷ്യനാണ് അറിയാത്തതിൻ്റെ ശത്രുവാണ്. ഇവിടെ ദക്ഷിണ കേരള ജമിയത്തുലമയെ സംബന്ധിച്ച് സ്വാഗത പ്രസംഗത്തിലും ഉദ്ഘാടനത്തിലും പ്രിയപ്പെട്ട അനുജൻ ജുനൈദിൻ്റെ നീണ്ട പ്രഭാഷണത്തിലുമൊക്കെ നന്നായി പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ ഈ സംഘടനയെ സംബന്ധിച്ച് വ്യാപകമായി പറയുകയാണ്. തെക്കൻ കേരളത്തിൽ മാത്രമല്ല, തെക്കൻ കേരളത്തിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ദക്ഷിണ കേരള ജമിയത്തുലമയെങ്കിലും ഇന്ന് കേരളം മൊത്തം മുക്തകണ്ഠം പ്രശംസിക്കപ്പെടുന്ന ഒരു സംഘടനയാണ്. മലബാറിലെ മുസ്ലിങ്ങൾ ദക്ഷിണ എന്ന വരമ്പെടുത്ത് കളഞ്ഞിട്ട് നിങ്ങൾ വടക്കോട്ട് വരണം, നിങ്ങളെ ഞങ്ങൾ സ്വാഗതം ചെയ്യും എന്ന് പറഞ്ഞ് നമ്മൾ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്രത്തോളം ബഹുമാനപ്പെട്ട KP ഉസ്താദ് വഫാത്തായപ്പോൾ അതിന് മലബാറിൽ നിന്ന് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുലമയുടെ, അതുപോലെ തന്നെ കാന്തപുരം ഉസ്താദിൻ്റെ സുന്നി സംഘടനയുടെ എന്ന് വേണ്ട ചെമ്മാട് ദാറുൽ ഹുദ അക്കാഡമിക്ക് ഉൾപ്പെടെയുള്ള എല്ലാ പ്രസ്ഥാനങ്ങളും ഉസ്താദിനെ അനുസ്മരിക്കുകയും അനുശോചനം രേഖപ്പെടുത്തുകയും ദക്ഷിണ കേരള ജമിയത്തുലമയുടെ ജനറൽ സെക്രട്ടറിയെ അനുശോചനവും ദുഃഖവും വിളിച്ചറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ തരത്തിൽ ആദരിക്കപ്പെടുന്ന ഒരു പ്രസ്ഥാനമാണ് ദക്ഷിണ കേരള ജമിയത്തുലമ. ആരെങ്കിലും ഇതിനെതിരായി പ്രചരിപ്പിക്കുകയോ പുറംതിരിഞ്ഞു നിൽക്കുകയോ ചെയ്താൽ അവർ ഈ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് മനസ്സിലാക്കിയിട്ടില്ല എന്നർത്ഥം. അതുകൊണ്ട് അത്തരം പ്രചരണങ്ങളോ തെറ്റിദ്ധാരണകൾ പ്രചരിപ്പിക്കുന്നവരോ ഒന്നും ആരും വഞ്ചിതരാകരുത് എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ ഈ പ്രതികൂലമായ ഈ ചൂടത്ത് ഈ തരത്തിൽ ഊഷ്മളമായ ഒരു വരവേൽപ്പും ഇപ്പോൾ നൽകപ്പെടാവുന്ന ഒരു സ്വീകരണമൊക്കെ നൽകിയ ബഹുമാനപ്പെട്ട പോത്തങ്കോട് കണിയാപുരം മേഖല, തിരുവനന്തപുരം ജില്ലാ താലൂക്ക് ജമിയത്തുലമ, ഇവിടുത്തെ യുവാക്കൾ, ഇവിടുത്തെ വിദ്യാർത്ഥികൾ എല്ലാവരും കൂടിയുള്ള ഒരു വലിയ, ദക്ഷിണയെ സംബന്ധിച്ചിടത്തോളം സമുദായത്തിൻ്റെ നിതാന്ത ഘടകങ്ങളായ ഉലമാക്കൾ, ഉമറാക്കൾ, യുവാക്കൾ, വിദ്യാർത്ഥികൾ എല്ലാവരും കൂടി ചേർന്നുള്ള ഒരു പ്രവിശാലമായ അതിരുകൾ നിർണ്ണയിക്കപ്പെടാൻ കഴിയാത്തൊരു വിഹായിസാണ് ദക്ഷിണ കേരള ജമിയത്തുലമ. ഈ 70 വർഷം എന്തെല്ലാം സേവനങ്ങളാണ് അർപ്പിച്ചത്, എണ്ണപ്പെടാൻ കഴിയാത്ത വിധത്തിലാണ്. ഇനി ഒരുപാട് പ്രതീക്ഷകൾ ഈ കേരളം ദക്ഷിണ കേരള ജമിയത്തുലമയിൽ അർപ്പിക്കുന്നുണ്ട്. എല്ലാ വിഭാഗം ആളുകളും, എല്ലാ മതത്തിലും ജാതിയിലും പെട്ട ആളുകൾ ആ തരത്തിൽ എല്ലാവരും ആദരിക്കപ്പെടുന്ന, അംഗീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രസ്ഥാനമാണ് ദക്ഷിണ കേരള ജമിയത്തുലമ. അതിന് പിന്നിൽ അണിനിരുന്ന് ഈ തരത്തിലുള്ള സ്വീകരണവും പരിപാടികളൊക്കെ നൽകിയ നിങ്ങളോട് ഹൃദ്യമായി നന്ദി രേഖപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ 19-ാം തീയതി ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ നടക്കുന്ന ആ ജനസാഗരത്തിൽ ഈ പോത്തങ്കോട്, കണിയാപുരം പ്രദേശങ്ങളിലുള്ള, തിരുവനന്തപുരം താലൂക്കിലുള്ള മുഴുവൻ ആളുകളും അണിചേരുകയും എല്ലാവരെയും അണിചേർക്കുകയും ചെയ്യണമെന്ന് വിനയാനിതമായി അഭ്യർത്ഥിക്കുന്നു. ഇന്ന് ഇവിടെ പരവൂരാണ് ഇത് സമാപനം കുറിക്കുന്നത്. നാളെ ബഹുമാനപ്പെട്ട ആദരണീയരായ PK കോയ മൗലവി ഉസ്താദ് അവരുടെ, ജാഫർ സാദിഖ് മൗലവി അവരുടെയൊക്കെ സേവനം കൊണ്ട് ധന്യമായ പുളകിതമായ പൂന്തറയിലാണ് ഈ റാലിയുടെ, ഈ സന്ദേശയാത്രയുടെ സമാപനം കുറിക്കുന്നത്. അതിലും പരമാവധി ആളുകൾ സംബന്ധിക്കുകയും 19-ാം തീയതി നടക്കുന്ന അവകാശ സംരക്ഷണ റാലിയും സമ്മേളനം ഒരു വലിയ സംഭവമാക്കി തീർക്കുകയും ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ജമിയത്തുലമയുടെ ഈ ജാഥയുടെ ഹൃദ്യമായ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അടുത്തതായി സ്വീകരണമാണ്. ജാഥ ക്യാപ്റ്റന് സ്വീകരണം നൽകുന്നതിനായി
തിരുവനന്തപുരം ജമിയത്തുൽ ഉലമ താലൂക്ക് സ്വാഗത സംഘം ചെയർമാൻ എം അബ്ദുസ്സലാം മൗലവിയെയും സ്വീകരണം ഏറ്റുവാങ്ങുന്നതിന് ബഹുമാനപ്പെട്ട അൽ ഉസ്താദ് തൊടിയൂർ മുഹമ്മദ് ജമീലുകളെയും വേദിയിലേക്ക് ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഹലോ തക്ബീർ, ഹലോ തക്ബീർ, ഹലോ തക്ബീർ. ഫോട്ടോ അടുത്തതായി സി എ ഉസ്താദിന് വൈസ് ക്യാപ്റ്റൻ സി എ ഉസ്താദിന് സ്വാഗതം നൽകുന്നതിനായി തിരുവനന്തപുരം താലൂക്ക് കൺവീനർ മുണ്ടക്കയം ഹുസൈൻ മൗലവി അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട ഖമറുദ്ദീൻ മൗലവിക്ക് സ്വീകരണം നൽകുന്നതിനായി അൽ അമീൻ മൗലവിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട തങ്ങൾക്ക് സ്വീകരണം നൽകുന്നതിനായി നിസാർ മൗലവിയെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട ജമാഅത്ത് ഫെഡറേഷൻ ഓർഗനൈസിംഗ് സെക്രട്ടറി കടക്കൽ ജുനൈദിന് സ്വീകരണം നൽകുന്നതിനായി പള്ളിച്ച വീട്ടുകാര ജമാഅത്തിന് വേണ്ടി ഷറഫുദ്ദീൻ മൗലവിയെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. DKSF തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ഹുസൈൻ മന്നാനി അവരെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. DKSF തിരുവനന്തപുരം സ്വീകരണം ക്യാപ്റ്റന് ജാഥ ക്യാപ്റ്റന് സ്വീകരണം നൽകുന്നത് തിരുവനന്തപുരം DKSF തിരുവനന്തപുരം താലൂക്ക് സെക്രട്ടറി മുനീർ ബാക്കവി അവരെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ജമാഅത്ത് ഫെഡറേഷൻ സെക്രട്ടറി സ്വീകരണമേറ്റ ജലീൽ സാം സെക്രട്ടറി ജലീൽ പുനലൂരിനെ ക്ഷണിച്ചുകൊള്ളുന്നു. സ്വീകരണം നൽകുന്നതിനായി KMI ജാസിം വെയിലൂരിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ജാഥ ക്യാപ്റ്റന് സ്വീകരണം നൽകുന്നതിനായി പൊയ്കയിൽ മുസ്ലിം ജമാഅത്തിന് വേണ്ടി ഇമാം അൽതാഫ് ബാക്കവി അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. ജാഥ ക്യാപ്റ്റന് സ്വീകരണം നൽകുന്നതിനായി നേതാജിപുരം ജമാഅത്തിന് വേണ്ടി ഉമർദീൻ മൗലവിയെ ക്ഷണിച്ചുകൊള്ളുന്നു. ഈ ജാഥയുടെ ആശയവുമായ കൺവീനർ സിറാജുദ്ദീൻ അബ്രാരിക്ക് സ്വീകരണം നൽകുന്നതിന് കൊട്ടാരംതുരുത്ത് മുസ്ലിം ജമാഅത്ത് ഇമാം അനസ് മൗലവിയെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. മന്നാനീസ് അസോസിയേഷന് വേണ്ടി സ്വീകരണം നൽകുന്നതിന് ജാഥ വൈസ് ക്യാപ്റ്റൻ CA ഉസ്താദിന് സ്വീകരണം നൽകുന്നതിനായി താഹ മന്നാനി അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. ജാഥ ക്യാപ്റ്റന് സ്വീകരണം നൽകുന്നതിനായി മക്സദിന്റെ സമീർ ബാക്കവി അവരെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. KH മുഹമ്മദ് മൗലവിക്ക് സ്വീകരണം നൽകുന്നതിനായി മുഴ്ത്തിരാവട്ടം മസ്ജിദിൽ ഇജാബ നിസാർ സാഹിബ് അവരെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ജാഥ ക്യാപ്റ്റന് സ്വീകരണം നൽകുന്നതിനായി പോത്തങ്കോട് മേഖലയ്ക്ക് വേണ്ടി പോത്തങ്കോട് മേഖലാ സെക്രട്ടറി യാസർ മന്നാനി അവരെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. മുണ്ടഞ്ചിറ ജമാഅത്തിന് വേണ്ടി മുണ്ടഞ്ചിറ ജമാഅത്തിന് വേണ്ടി സ്വീകരണം നൽകുന്നതിന്
ബദറുദ്ദീൻ സാഹിബിനെ ക്ഷണിക്കുന്നു. സ്വീകരണം ഏറ്റുവാങ്ങുന്നതിന് തൊടിയൂർ ഉസ്താദിനെ ക്ഷണിച്ചുകൊള്ളുന്നു. കണിയാപുരം മേഖലയാണ് ഇപ്പോൾ കഴിഞ്ഞത്. പോത്തങ്കോട് മേഖലയിൽ നിന്നുള്ള സ്വീകരണം നൽകുന്നതിന് വേണ്ടിയുള്ളവരെ ക്ഷണിക്കുകയാണ്. ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ തിരുവനന്തപുരം ജില്ലയ്ക്ക് വേണ്ടി നന്നാട്ടുകാവ് മുസ്ലിം ജമാഅത്ത് മുദർരിസ് ബഹുമാനായ ഷാഫി മന്നാനി ഉസ്താദ് അവറുകളെ തൊടിയൂർ ഉസ്താദിനെ സ്വീകരണം നൽകുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. ജാഥ വൈസ് ക്യാപ്റ്റൻ ബഹുമാനരായ CA ഉസ്താദിനെ സ്വീകരിക്കുന്നതിന് വേണ്ടി അണ്ടൂർകോണം കുടമറ്റം മുസ്ലിം ജമാഅത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട മാമം അബ്ദുൽ ലത്തീഫ് ഉസ്താദ് അവറുകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനരായ സയ്യിദ് മുത്തുക്കോയ തങ്ങൾ ഈ ജാഥയുടെ സ്ഥിരാംഗവും ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമയുടെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റുമാണ്. തങ്ങൾ അവറുകളെ സ്വീകരിക്കുന്നതിന് വേണ്ടി ചെറുവല്ലി മുസ്ലിം ജമാഅത്ത് പരിപാലന സമിതി അംഗം ബഹുമാനപ്പെട്ട നസീർ അവറുകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഈ ജാഥയുടെ സ്ഥിരാംഗവും ദക്ഷിണ കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ ആദരണീയനായ സെക്രട്ടറിയുമായ ബഹുമാനനായ കമറുദ്ദീൻ ഉസ്താദിനെ സ്വീകരിക്കാൻ വേണ്ടി കന്യാകുളങ്ങര മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് ബഹുമാനനായ റാസി അവറുകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ജാഥ ക്യാപ്റ്റൻ ബഹുമാനരായ തൊടിയൂർ ഉസ്താദിനെ ആദരിക്കുന്നതിന് വേണ്ടി ബഹുമാനനായ മൊട്ടക്കാവ് പോത്തങ്കോട് മേഖല മൊട്ടക്കാവ് മദ്രസയ്ക്ക് വേണ്ടി അബ്ദുൽ ഖാദർ മൗലവിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഈ ജാഥയുടെ സ്ഥിരാംഗവും ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ വർക്കിംഗ് കമ്മിറ്റി അംഗവുമായ ബഹുമാനനായ KH ഉസ്താദിനെ സ്വീകരിക്കുന്നതിന് വേണ്ടി ഹിദായത്ത് നഗർ മുജീബ് റഹ്മാൻ മന്നാനി അവറുകളെ പോത്തങ്കോട് മേഖല ക്ഷണിക്കുന്നു. നമ്മുടെ ഈ ജാഥയുടെ സ്ഥിരാംഗമായ ബഹുമാനരായ മൻസൂർ ഉസ്താദ് അവറുകളെ സ്വീകരിക്കുന്നതിന് വേണ്ടി ഒഴുകുപാറ ഹിദായത്തുൽ ഇസ്ലാം മദ്രസ ഒഴുകുപാറ മുസ്ലിം ജമാഅത്തിന് വേണ്ടി നാദിർ ഷാ മഹല്ലരി അവറുകളെ പോത്തങ്കോട് മേഖല ക്ഷണിക്കുന്നു. DKISF വേണ്ടി പോത്തങ്കോട് മേഖലയിൽ നിന്ന് സ്വീകരണം നൽകാൻ ബഹുമാനരായ ജാഥ ക്യാപ്റ്റൻ തൊടിയൂർ ഉസ്താദിനെ സ്വീകരിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി ഹസൻ മന്നാനിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ജാഥ വൈസ് ക്യാപ്റ്റൻ CA ഉസ്താദിനെ സ്വീകരിക്കാനായി ജൗഹറുൽ ഉലമ തഹ്ഫീദുൽ ഖുർആൻ അക്കാദമി കൈതയിൽ കോണം പോത്തങ്കോട് മേഖലയിൽ നിന്ന് അവിടുത്തെ പ്രിൻസിപ്പൽ അസീം ബാക്കവി അവറുകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട കമറുദ്ദീൻ ഉസ്താദിനെ സ്വീകരണം നൽകുന്നതിന് വേണ്ടി പോത്തങ്കോട് മേഖലയിൽ നിന്നും മരുതമ്മൂട് മദ്രസയ്ക്ക് വേണ്ടി മുജീബ് റഹ്മാൻ മൗലവി അവറുകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു.
ജമാഅത്ത് ഫെഡറേഷന് വേണ്ടി സ്വീകരണം നൽകുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ഹനീഫ സാർ അവരുകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. നമ്മുടെ ജില്ലയുടെ കൺവീനറും ഈ ജാഥയുടെ സ്ഥിരാംഗവുമായ ബഹുമാനനായ ഷിജു സാഹിബിനെ ഹനീഫ സാർ സ്വീകരണം നൽകുന്നു. ഹനീഫ സാറ് യുവന ഫെഡറേഷൻ മുതൽ വളർന്നു വന്നയാളാ. അത്രത്തോളവും ദക്ഷിണയുമായി രക്തത്തിൽ കലർന്ന ബന്ധമാണ് ഹനീഫ സാറിനുള്ളത്. നമ്മുടെ ഈ മീഡിയ ടീമിന്റെ ഹെഡായിട്ടുള്ള അബ്ദുൽ സലീമിനെ സ്വീകരണം ഏറ്റുവാങ്ങുന്നതിനായി ക്ഷണിക്കുന്നു. സ്വീകരണം നൽകുന്നതിന് അല്ലമീൻ റഹ്മാനി അവരുകളെ ആദരപൂർവ്വം മുത്തുക്കോയ തങ്ങൾ അവരുകൾ ആണ് നമ്മുടെ മീഡിയ ടീമിന്റെ ക്യാപ്റ്റനെ സ്വീകരിക്കുന്നത്. അസൈദ് തങ്ങൾ നമ്മുടെ മീഡിയ ടീമിനെ കഴിഞ്ഞ 10 ദിവസമായി നമ്മളോടൊപ്പം സഞ്ചരിക്കുന്ന നമ്മുടെ മീഡിയ ടീമിന്റെ കോർഡിനേറ്ററിനെ, മീഡിയ ടീമിന്റെ ക്യാപ്റ്റനെ ബഹുമാനപ്പെട്ട തങ്ങൾ സ്വീകരിക്കുന്നു. ഇവിടെ നിന്നും ജാഥ വെട്ട് റോഡ് വഴിയാണ് പോത്തങ്കോടേക്ക് പോകുന്നത്. രണ്ടു വാക്ക് സംസാരിക്കുന്നതിന് MU അബ്ദുസ്സലാം മൗലവിയെ ക്ഷണിക്കുന്നു. തുടർന്ന് നന്ദി പ്രകാശത്തോടെ നമുക്ക് യോഗം പിരിയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനപ്പെട്ട ഉസ്താദുകളെ, ആയതുപോലെ തന്നെ പ്രിയമുള്ള എൻ്റെ മുന്നിലിരിക്കുന്ന ഇവിടെ എത്തിച്ചേർന്ന ഉസ്താദുമാരെ, ഉമറാക്കളെ, ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമായുടെ 7ാം വാർഷികം അതിൻ്റെ സന്ദേശയാത്രയാണ്. 19-ാം തീയതി നടക്കാൻ പോകുന്ന ആ യാത്രയുടെ ഒരു മുന്നൊരുക്കം തയ്യാറാക്കുന്നതിന് വേണ്ടി, അറിയിക്കുന്നതിന് വേണ്ടി ഉള്ള ഒരു യാത്രയാണ്. നമുക്കറിയാം, കഴിഞ്ഞ 70 വർഷക്കാലമായി ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമായെ അർഹിക്കുന്നതായ പക്വതയും ക്ഷമയും ഉത്തരവാദിത്വമുള്ള മഹാപണ്ഡിതന്മാരായ ഉസ്താദന്മാരുടെ നേതൃത്വത്തിൽ അൽഹംദുലില്ലാഹ് ഇത് സംഘടനയ്ക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടുവരുന്നു. പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ സൂര്യ തേജസ്സായ നമുക്കെല്ലാവർക്കും എവിടെയും അഭിമാനപൂർവം നമ്മുടെ കാര്യങ്ങളൊക്കെ തുറന്ന് സംസാരിക്കുവാനും പറയുവാനും അത് സ്നേഹത്തോടെയും ഉത്തരവാദിത്വത്തോടെയും കേൾക്കുവാനും തയ്യാറുള്ള നമ്മുടെ ഖായിദെ മില്ലത്ത് ബഹുമാനപ്പെട്ട തൊഴിയൂർ മുഹമ്മദ് ഇൻജസാൽ അവരുടെ ഈ നേതൃത്വം നമുക്ക് വളരെ ഒരു സന്തോഷകരമാണ്. ആ ഉസ്താദുകൾക്ക് ഒരുപാട് കാലം ഈ സ്ഥാനക്ക് നേതൃത്വം കൊടുക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആയതുപോലെ എനിക്ക് ഒന്നുകൂടി ഓർമ്മിക്കാനുള്ളത്, ഈ പ്രോഗ്രാമുമായി പല ജമാഅത്തുകളിലും ചെന്നപ്പോൾ അൽഹംദുലില്ലാഹ് ആ ജമാഅത്ത് ഉസ്താദന്മാരും അതുപോലെ അവിടുത്തെ കമ്മിറ്റി അംഗങ്ങളുമെല്ലാം ഫ്ലക്സ് വയ്ക്കുവാനും മറ്റുള്ള സൗകര്യങ്ങൾക്കൊക്കെ പല ഫ്ലക്സുകളും എടുത്തു മാറ്റിയിട്ട് ഇത് ദക്ഷിണയുടെ ഫ്ലക്സ് ആണെങ്കിൽ ഇവിടെ സ്ഥാപിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് സ്ഥലമില്ലാതിരുന്നിട്ട് പോലും പല ജമാഅത്ത് കമ്മിറ്റി അംഗങ്ങളും രാത്രി ഇറങ്ങി വന്നു. അവര് തന്നെ ഫ്ലെക്സ് വെച്ചു. കാരണം ഈ സംഘടന ദക്ഷിണയാണ്, ഞങ്ങൾക്കറിയാവുന്നതാണ്. ആയതുകൊണ്ട് തന്നെ ഈ സംഘടനയിലെ ഉത്തരവാദിത്വവും ആദർശവും ഇതിന് നേതൃത്വം കൊടുക്കുന്നവരും, പ്രത്യേകിച്ചും തൊടിയൂർ ഉസ്താദിനെ സംബന്ധിച്ചൊക്കെ നല്ലോടെ അറിയുന്ന പലരിനോട് എടുത്തു ചോദിച്ചിട്ടുണ്ട്, തൊടിയൂർ ഉസ്താദിന്റെ ഗ്രൂപ്പാണോ എന്ന്. ആ ഗ്രൂപ്പല്ല, ഉസ്താദിന്റെ നേതൃത്വത്തിലുള്ള സംഘടന ഇവിടെ വെക്കൂ. ആ സംഘടനയിൽ വേണ്ടി എന്ത് സൗകര്യങ്ങൾ ചെയ്തു തരാമെന്ന് പറഞ്ഞ് ഞങ്ങളോടൊപ്പം സഹകരിച്ച എല്ലാ ജമാഅത്തങ്ങളെയും ഉസ്താദന്മാരെയും ഒന്നുകൂടി ഞാൻ അവർക്കെല്ലാം ആശംസകൾ പറയുന്നു. നന്ദി പ്രകാശിപ്പിക്കുന്നതിന് നിസാർ മൗലവി അവരെ ക്ഷണിച്ചു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ വൈകിയ വേളയിൽ ഒരു പ്രസംഗത്തിന് ഞാൻ മുതിരുന്നില്ല. ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായിട്ടുള്ള MU അബ്ദുസ്സലാം മൗലവി അവരുടെ
ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ തിരുവനന്തപുരം താലൂക്ക് കമ്മിറ്റിയുടെ പേരിൽ ഹാർദവമായി നന്ദി അറിയിക്കുന്നു. അടുത്തതായി ജാഥ ക്യാപ്റ്റൻ തൊടിയൂർ ഉസ്താദ് അവർകളെ ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ തിരുവനന്തപുരം താലൂക്ക് കമ്മിറ്റിക്ക് വേണ്ടി ഹാർദവമായി നന്ദി അറിയിക്കുന്നു. അതുപോലെ ജാഥയിലെ മുഴുവൻ സ്ഥിരാംഗങ്ങൾക്കും ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ തിരുവനന്തപുരം താലൂക്ക് കമ്മിറ്റിക്ക് വേണ്ടി നന്ദി അറിയിക്കുന്നു. അതുപോലെ ഈ യോഗത്തിൽ പങ്കെടുത്ത എല്ലാ മാന്യ വ്യക്തികൾക്കും ആലിമീങ്ങൾക്കും നാട്ടുകാർക്കും എല്ലാവർക്കും ആബാലവൃദ്ധം ജനങ്ങൾക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മുടെ തിരുവനന്തപുരം താലൂക്കിലെ ഒരു സുപ്രധാന മഹല്ലായ കഴക്കൂട്ടം കബറടി മുസ്ലിം ജമാഅത്തിന്റെ പ്രസിഡന്റ് നേരത്തെ നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. പല തിരക്കുകൾക്കിടയിൽ അൽഹംദുലില്ലാഹ് ഈ സദസ്സിലേക്ക് ഓടിയെത്തി ഉസ്താദിനെ സ്വീകരിക്കാൻ, ആ സ്വീകരണം ഏറ്റുവാങ്ങാൻ തൊടിയൂർ ഉസ്താദിനെയും സ്വീകരണം നൽകുന്നതിന് കഴക്കൂട്ടം കബറടി മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് ഗഫൂർ സാഹിബ് അദ്ദേഹത്തെയും വളരെ ആദരവോടെ ക്ഷണിക്കുന്നു. ഖുലൂ തക്ബീർ, ഖുലൂ തക്ബീർ, ഖുലൂ തക്ബീർ. എല്ലാ മഹല്ല് ഭാരവാഹികളെയും പ്രത്യേകം അഭിനന്ദിക്കുകയും അവരോടൊക്കെ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് കഴക്കൂട്ടം കബറടി മുസ്ലിം ജമാഅത്തിനെ സംബന്ധിച്ചിടത്തോളം ദക്ഷിണ കേരള ജംഇയ്യത്തുൽ അതിൻ്റെ ബോഷ പ്രസ്ഥാനങ്ങളായ ജമാഅത്ത് ഫെഡറേഷൻ, ലജ്നത്തുൽ മുഅല്ലിമീൻ, യുവന ഫെഡറേഷൻ, വിദ്യാർത്ഥി ഫെഡറേഷൻ ഉൾപ്പെടെയുള്ള എല്ലാ സംഘടനകളുടെയും ഒരു മടിത്തട്ടാണ് കബറടി മുസ്ലിം ജമാഅത്ത്. എപ്പോഴും സമ്മേളനം കൂടാൻ, എപ്പോഴും കാര്യങ്ങൾ നീക്കുവാൻ, എപ്പോഴും കൂടിയാലോചിക്കുവാനൊക്കെ വാതായനങ്ങൾ തുറന്നു തരികയും എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും സഹായങ്ങളും ചെയ്തു തരുന്ന കബറടി മുസ്ലിം ജമാഅത്തിൻ്റെ പ്രസിഡന്റ് അദ്ദേഹത്തിൻ്റെ നേരത്തെ എല്ലാവർക്കും പറഞ്ഞു. ഇപ്പോൾ അദ്ദേഹത്തിന് ഞാൻ പ്രത്യേകിച്ചും കൂടി നന്ദി രേഖപ്പെടുത്തുകയാണ്. 3 സ്വലാത്തോടുകൂടി യോഗം സമാപിക്കുന്നു. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നമ്മുടെ ഇവിടുന്ന് തിരിച്ച് പനൂരേക്ക് പോകുന്ന റൂട്ട്